ദുഃഖിക്കാനുള്ള കാരണങ്ങൾ ഓരോന്നും നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അല്ലേ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ എത്രയെത്ര തരത്തിലുള്ള ദുഃഖങ്ങൾ, പല പല പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ കലിയുടെ ഒരു സ്വഭാവമാണ്. ആളുകൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക, അത് കലിക്കൊരു സുഖമാണ്. കലിയുഗത്തിലുള്ള അങ്ങനെയുള്ള ആൾക്കാർ ബാക്കിയുള്ളവർ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അതൊരു ദുഃഖമായിട്ടുള്ള ആൾക്കാർ. താനെന്തെങ്ങനെ സന്തോഷമായിട്ടിരിക്കണം, അത്രയൊക്കെ സന്തോഷം ഉണ്ടോ, അതെന്താ അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അപ്പൊ അങ്ങനെ കലിയുഗത്തിന്റെയും കലിയിലുള്ള ആളുകളുടെയും അവസ്ഥയുണ്ട്. മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രവൃത്തികൾ അല്ലെ. ഭാഗവതം നമുക്ക് കാണിച്ചു തന്നെ അശ്വത്ഥാമാവിനെ പോലെയുള്ള കഥാപാത്രങ്ങളെയാണ് അല്ലെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തു എന്നാണ്. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് അല്ലെ ധർമ്മയുദ്ധം ആ അധർമ്മികളെ മുഴുവൻ ഇല്ലാതെയാക്കി. അങ്ങനെയുള്ള പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാന്റെ അതിഗംഭീരമായിട്ടുള്ള ആ പ്രയത്നവും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിട്ടും അതിനിടയിൽ കൂടെയാണ് അശ്വത്ഥാമാവ് എന്ത് ചെയ്തത്, ഇവിടെയുള്ള സകല ആൾക്കാരും ദുഃഖിക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി, പാണ്ഡവന്മാരുടെ മക്കളെയാണ് കൊല്ലാം. അപ്പൊ എന്തായി, എല്ലാവരുടെയും ദുഃഖം അല്ലെ. പാണ്ഡവന്മാർക്ക് ദുഃഖം എന്ന് മാത്രമല്ല, രാജ്യത്തിന് മുഴുവൻ ദുഃഖം, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ ദുഃഖം ഉണ്ടായി അല്ലെ. ഇതാണ് ചില ആളുകളുടെ സ്വഭാവം എന്നാണ്, മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യാം. അതുകൊണ്ടാണ് ആദ്യം തന്നെ അശ്വത്ഥാമാവിനെ പിടിച്ച് പുറത്തേക്ക് ഇടുന്നത് ഭാഗവതത്തില്. നമ്മുടെ ഉള്ളിലുണ്ട് ഈ അശ്വത്ഥാമാവെന്ന്, നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവും ഈ അശ്വത്ഥാമാവിന്റെ സ്വഭാവം. അതാണ് ഈ ചിരഞ്ജീവി എന്ന് പറയുന്നത്. എല്ലാവരിലും ചിരം ജീവിക്കുന്ന ഒരു സ്വഭാവമാണ് ആരുടെ, അശ്വത്ഥാമാവിന്റെ. അതായത് അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ആളല്ല, പിന്നെന്താണ്, എല്ലാവരിലും ചിരം ജീവിക്കുന്ന ഒരു സ്വഭാവം കൂടിയാണ് എന്ത്, അശ്വത്ഥാമാവ്. അല്ലെങ്കിൽ ആ ഒരു കാപട്യത്തിന്റെയും കുടിലതയുടെയും പകയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ സ്വരൂപത്തിൽ. അത് എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുക പറയാൻ പറ്റില്ല. അതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് നടന്ന ആളാണ് ആര്, അശ്വത്ഥാമാവെങ്കിൽ. കുഴപ്പമില്ലാതെ മുഴുവൻ പറയണില്ല, എന്നാലും മിണ്ടില്ല, ഒന്നിനും കൊള്ളാതൊക്കെ നടന്നൊരു വിദ്വാൻ. എന്തായാലും ആ അശ്വത്ഥാമാവ് ഇത്രയും ദുഷിച്ചതായിട്ടുള്ള പ്രവൃത്തി ചെയ്തതിനെ വേദവ്യാസൻ പോലും വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. കാരണം ഭഗവാൻ അങ്ങനെ ഒരു ഭാഗത്ത് ദുഃഖം തീർത്തുകൊണ്ടിരിക്കുക, ചിലർ ഇപ്പുറത്തു കൂടെ ദുഃഖം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലെ. ഭഗവാന്റെ മുമ്പിൽ പോലും അല്ലെ, ഭഗവാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി, ആനന്ദിപ്പിക്കാൻ വേണ്ടി ആ കൃഷ്ണാവതാര ലീലകൾ ഓരോന്നും ആടുമ്പോഴും അതിനിടയിലേക്കൂടെ അല്ലെ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാനും ലോകത്തെ മുഴുവൻ ദുഃഖിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകള്. അങ്ങനെയുള്ളവരെ വളരെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഭാഗവതത്തിലൂടെ വേദവ്യാസ മഹർഷി നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവാതിരിക്കുകയും പിന്നെന്താണ്, നമ്മൾ തന്നെ സ്വയം ആനന്ദ സ്വരൂപികളായിട്ട് മാറുക, മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കാൻ അല്ലെ നല്ല വാക്കുകളിലൂടെ. അതാണല്ലോ ഇപ്പൊ പാടിയത്, പരവിനിന്ദനം, മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കല്, മറ്റുള്ളവരെ ബഹുമാനിക്കല്, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സലിയല്, മറ്റുള്ളവരുടെ സുഖത്തിൽ ഒപ്പം സുഖിക്കല്. പാലേലി നാരായണ നമ്പൂതിരി അദ്ദേഹത്തിന്റെ അതിമനോഹരമായിട്ടുള്ള കവിതയാണത്. ഭാഗവത ഗുരുനാഥനായിരുന്ന പാലേലിയുടെ മനോഹരമായിട്ടുള്ള കവിതയാണ് ജയ ജയ ദുർഗേ എന്ന് ദുർഗാഭഗവതിയോട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥന. അത് കലിയുഗത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അതാണ് വേദവ്യാസ മഹർഷി ഭാഗവതത്തിലൂടെയും നമുക്ക് കാണിച്ചു തന്നത്. പ്രദർശിത കോപി നവീന മാർഗ എന്നൊക്കെ പറയും. വളരെ മനോഹരമായിരിക്കുന്ന ഭക്തിയുടെയും പ്രേമത്തിന്റെയും വാത്സല്യത്തിന്റെയും ആനന്ദത്തിന്റെയും ആ സ്വരൂപം. അതിനുവേണ്ടിയാണ് ഇതാ ഭാഗവതത്തെ ലോകത്തിന് നൽകിയത്. നാരദാദി മഹർഷിമാരുടെ, സനകാദി യോഗീശ്വരന്മാരുടെ, ശ്രീശുകാദി പരമഹംസന്മാരുടെ ഒക്കെ ആ വാക്കുകളിലൂടെ നമുക്ക് ലഭിച്ചതായിട്ട് ഭാഗവതം പോലെ മറ്റൊന്ന് കലിയുഗത്തിൽ ആനന്ദിക്കാനായിട്ടില്ല. അതുകൊണ്ട് പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാഹ ഭുവി ഭാവുകാഹ. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ കലികാലത്തിലും മനുഷ്യജന്മം കിട്ടുന്നവര് ഭാഗ്യവാന്മാര് തന്നെയാണ്. കലികാലത്തിൽ ജനിച്ച ആൾക്കാര് ഭാഗ്യമില്ലാത്തവര് അങ്ങനെ പറയുന്നില്ല. കാരണം എന്താണ്, രസികാഹ ഭുവി ഭാവുകാഹ. നമ്മളൊക്കെ ശരിക്കും ഭാഗ്യവാന്മാരാണ്. കണ്ണും ചെവിയും അല്ലെ നാവും നല്ല നല്ല ഇന്ദ്രിയങ്ങളും അല്ലെ മനോഹരമായിട്ടുള്ള മനുഷ്യജന്മവും ഒക്കെ ലഭിച്ച നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാര് തന്നെയാണ്. ആ ഭാഗ്യത്തെ യഥാർത്ഥമായിരിക്കുന്ന സൗഭാഗ്യമാക്കി മാറ്റാൻ അതെന്തു വേണം, അതാണ് ശ്രവണമിന്ദിരാരമണ നിൻ കഥാശ്രവണം കൊണ്ടുതാൻ അല്ലെ.
ഇന്ദിരാരമണനായിരിക്കുന്ന ഭഗവാന്റെ ആ കഥകളെ ശ്രവണം ചെയ്തുകൊണ്ട് തന്നെ മനുഷ്യജന്മത്തെ സഫലമാക്കൂ. അതാണ് വേദവ്യാസ മഹർഷിയുടെ ആദ്യത്തെ അനുഗ്രഹ വാക്കുകൾ. വേദവ്യാസന്റെ ദുഃഖം ഇല്ലാതെയാക്കാൻ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഭഗവാന്റെ കഥകളെ പറയൂ, ഭക്തന്മാരുടെ കഥകളെ പറയൂ. കാരണം ഭക്തിയിലൂടെ അല്ലാതെ കലിയുഗത്തിൽ ഒരാൾക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. കാരണം മറ്റുള്ളതൊക്കെ ദുഃഖത്തിന് വഴിവെക്കും. ഇപ്പൊ അവനവന്റെ കയ്യിലുള്ള വലിയ സൗഭാഗ്യങ്ങൾ പോലും എന്തിന് വഴിയുണ്ടാക്കും? ദുഃഖത്തിന് വഴിയുണ്ടാക്കുന്നതാണ് പലപ്പോഴും. ചിലപ്പോൾ നല്ല നല്ല സാധനങ്ങളായിരിക്കാം, വലിയ വലിയ എന്താണ് കേമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആവും. പക്ഷെ അതൊക്കെ നമുക്ക് ദുഃഖത്തിന് കാരണമാവുന്നതാണ്, അല്ലേ? ലൗകികമായിരിക്കുന്നതെല്ലാം ദുഃഖത്തിന് കാരണമായിട്ട് തീരും. എന്നാൽ ഭഗവാനിലേക്കുള്ള ആ ഭക്തി അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും ആനന്ദത്തെ പ്രദാനം ചെയ്യും. അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എന്നിങ്ങനെ നാരദ മഹർഷിയിലൂടെ അറിഞ്ഞതായിട്ടുള്ള വേദവ്യാസ മഹർഷി ഒരു കാര്യം ഉറപ്പിച്ചു. ഇത്രയും കാലം താൻ പറഞ്ഞതും അല്ലെ, എത്രയോ പുരാണങ്ങള്, ഉപനിഷത്തുകള്, ശാസ്ത്രങ്ങള്, വേദം, ഇതിലൂടെയൊക്കെ പറഞ്ഞ കാര്യത്തെ എല്ലാവർക്കും ആനന്ദമുണ്ടാവുന്ന തരത്തിൽ പറയണം എന്ന് ഉറപ്പിച്ചു. മാത്രമല്ല അതല്ലാതെ മറ്റൊന്നും ഇനി ഞാൻ പറയില്ല അങ്ങനെ ഉറപ്പിച്ചു. ഇന്നത് പറയണം എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്, ഇന്നത് പറയില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അതാണ് തത് വിപര്യം എന്നും പറയുന്നുണ്ടല്ലോ, അല്ലെ? എന്താണോ പറയേണ്ടത് അതിനെ പറയുമെന്നും എന്താണോ ഒരിക്കലും പറയേണ്ടാത്തത് അതിനെ പരിപൂർണമായിട്ടും ഒഴിവാക്കുമെന്നും ആര് തീരുമാനിച്ചു? വേദവ്യാസ മഹർഷി. അത് നിശ്ചയിച്ചിട്ടാണ് ഭാഗവത രചന ആരംഭിച്ചത് തന്നെ. ഒന്നുറപ്പിച്ചിട്ടുണ്ട്, ഞാനിനി കൃഷ്ണനെ പറ്റിയാണ് പറയുന്നത്. ഇനി മറ്റൊന്നും എനിക്ക് പറയാനില്ല. കാരണം പലതും പറഞ്ഞ് പല നാൾ കഴിഞ്ഞ് ഇപ്പോഴും ആളുകൾക്ക് ദുഃഖാണെങ്കിൽ നാരദ മഹർഷി പറഞ്ഞതുപോലെ താൻ ഭഗവാനെ പറ്റി പറയാനായിട്ട് തന്നെയാണ് ഈ ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. ന തഥാ വാസുദേവസ്യ മഹിമ ഹ്യനുവർണിത. അല്ലെ, നാരദ മഹർഷി എന്താ പറഞ്ഞത്? അങ്ങ് ഇപ്പോഴും ഭഗവാനെ പറ്റി പറഞ്ഞില്ലല്ലോ, അല്ലെ? നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇത്രയും അറിവും ഒക്കെ ഉണ്ടായിട്ട് പാരാശര്യ മഹാഭാഗ, അല്ലയോ എത്ര ശ്രേഷ്ഠനാണ് അങ്ങ് എന്നാ നാരദ മഹർഷി പറയണത് വേദവ്യാസനോട്. ഇത്ര നല്ലൊരു മനുഷ്യ ജന്മം, അതും ആരാണ് വേദവ്യാസം എന്ന് പറഞ്ഞാൽ? വ്യാസായ വിഷ്ണു രൂപായ, സാക്ഷാൽ ഭഗവാന്റെ തന്നെ അവതാര സ്വരൂപമാണ് അങ്ങ് എന്നുള്ളതിനെ നാരദ മഹർഷി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പൊ ഇത്രയും നല്ലൊരു ജന്മം ഭൂമിയിൽ കിട്ടിയിട്ട് അങ്ങ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണോ? അങ്ങയുടെ ദുഃഖത്തിന് കാരണവും അതുപോലെ ലോകത്തിന്റെ ദുഃഖം തീർക്കാനുള്ള മാർഗവും അതൊക്കെ അങ്ങയുടെ ഉള്ളിൽ തന്നെയുണ്ട്. അങ്ങ് ഇത്ര നല്ല ഈ ഒരു അവസരത്തില് ഭഗവാനെ പറ്റി പറയല്ലേ വേണ്ടത്? അങ്ങനെ ഭഗവാനെ പറ്റി പറയാനുള്ള പ്രചോദനം അതാണ് നാരദ മഹർഷി വേദവ്യാസ മഹർഷിക്ക് പകർന്ന് നൽകിയത്. നാരദ മഹർഷിയുടെ വാക്കുകളും അനുഗ്രഹവും നാരദന്റെ പൂർവജന്മ കഥകളും അതൊക്കെ പുതിയൊരു അറിവായിട്ടാണ് വേദവ്യാസന് ഉണ്ടായത്. ഏതോ ഒരു ശൂദ്ര ജന്മത്തിൽ അനുഭവിച്ചതായിട്ടുള്ള അവസ്ഥകളും അതിൽ നിന്ന് എത്ര പെട്ടെന്നാണ് സജ്ജനങ്ങളുടെ അനുഗ്രഹത്താൽ ഭഗവാന്റെ കാരുണ്യത്താൽ ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ആ ജന്മത്തിലേക്ക് താൻ ഉയർന്നതും ഇതൊക്കെ നാരദ മഹർഷി തന്നെ ഓർത്ത് പറഞ്ഞപ്പോ എത്രയാണ് ഭഗവാന്റെ വാത്സല്യം എന്ന് താൻ മറന്നുപോയല്ലോ എന്ന് വേദവ്യാസ മഹർഷിക്ക് തന്നെ തോന്നി. കാരണം ഇത്രയും കാരുണ്യം എന്നിൽ ചോരിഞ്ഞതും ചിത്രം നടിപ്പതും ചിത്രം തന്നെ. ഇത്രയും കാരുണ്യം എന്നോട് ഭഗവാൻ ചെയ്തിട്ടും തനിക്ക് ആ ഭഗവാനെ പറ്റി വേണ്ടതുപോലെ പറയാൻ സാധിച്ചില്ലല്ലോ എന്ന് വേദവ്യാസന് പോലും സ്വയം തോന്നിയതാണ്. ആ തോന്നലുണ്ടായപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, എന്താ ഇനി ഞാൻ മറ്റൊന്നും പറയില്ല എന്ന് ഉറപ്പിച്ചു. ഇനി ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രീകൃഷ്ണ കഥകളായിട്ട് മാറണം. ഈ ശ്രീകൃഷ്ണ കഥകൾ എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റുള്ള കഥകൾ പറയുന്നത് പോലെയല്ല. കൃഷ്ണ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറയണം എന്നാണ്, അല്ലെ? ബ്രഹ്മാദി ദേവന്മാരൊക്കെ പറയുന്നത് പോലെ മത്സ്യ അശ്വകച്ഛപ നൃസിംഹ വരാഹ ഹംസ രാജന്യ വിപ്ര വിബുധേഷു കൃത അവതാര ശ്രീകൃഷ്ണ, അല്ലെ? ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ അതാദ്യം പറയണം. അതിനു വേണ്ടിയിട്ട് 9 സ്കന്ധം എന്നാണ്, അല്ലെ? ശ്രീകൃഷ്ണൻ ആരാണ് എന്ന് ഒന്ന് ചുരുക്കി സൂചിപ്പിക്കുമ്പോഴേക്ക് തന്നെ എത്രയായി? 9 സ്കന്ധമായി. പിന്നെ ചുരുക്കി 90 അധ്യായം. പിന്നെ ഒന്നും കൂടി ചുരുക്കി ഭഗവാന്റെ വാക്കുകൾ, അല്ലെ? 11. അവസാനം കരാരവിന്ദേന
പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി പ്രാഗുത്തരസ്യാം ശാഖായാം തസ്യാപി ദൃശേ ശിശും. അല്ലെ 12-ാം അധ്യായത്തില് ഇത്രയൊക്കെ പറഞ്ഞ് ഏകാദശ സ്കന്ധം കൂടിയും പറഞ്ഞാണ് മുഴുവനാക്കി എവിടെ എത്തിക്കണു നമ്മളെ? ആ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം എന്നുള്ള ഭാവത്തിൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ബാലമുകുന്ദ സ്വരൂപയുടെ പാദങ്ങളിലേക്ക് നമ്മളെ ആശ്രയ രൂപത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. അല്ലെ, മനോഹരമായിട്ട്. അതാണ് ആ നാരദ മഹർഷിയുടെ വാക്കുകളിൽ നിന്ന് പറഞ്ഞ് കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്നുള്ള ഭാവമൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ വലിയ അല്ലെ കാര്യങ്ങളെ പറഞ്ഞതൊക്കെ മനസ്സിലാവുക വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിയാൽ മതി. എന്ത് മനസ്സിലാക്കിയാൽ മതി? അവനവന്റെ പാദം തന്നെ ആസ്വദിച്ചുകൊണ്ട് കിടക്കുന്ന ആ ആലിലക്കണ്ണന്റെ ആ പാദത്തെ ആശ്രയിച്ചോളൂ. ആ ഉണ്ണി ഇങ്ങനെ കണ്ടോളൂ. അല്ലെ, ബാലം മുകുന്ദം. ആ ചെറിയ ഉണ്ണിയായിട്ടുള്ള ആ കൃഷ്ണനെ തന്നെ ഹൃദയത്തിൽ ഉറപ്പിച്ചോളൂ. എന്നിങ്ങനെ ആശ്രയമെന്നുള്ള ആ പരമ ലക്ഷ്യം, അല്ലെ, പരമമായിരിക്കുന്ന ലക്ഷണത്തോടുകൂടി ഭാഗവതത്തെ സമർപ്പിക്കുമ്പോ ആ ഭാഗവത രചനയുടെ പൂർണ്ണത വേദവ്യാസനിൽ തന്നെ എത്രയാണ് സന്തോഷമുണ്ടാക്കിയത്. അപ്പൊ നമുക്കും അതെ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നമുക്കും ഇതിനെ കേൾക്കാനും മനനം ചെയ്യാനും ഒക്കെ വീണ്ടും അവസരമുണ്ടായിരിക്കുകയാണ്. ശ്രീ വേദവ്യാസ മഹർഷി ഉള്ളിൽ ഉറപ്പിച്ചതുപോലെ തന്നെ മഹാഭാരത യുദ്ധം കഴിഞ്ഞ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം, കലിയുഗത്തിലേക്ക് പ്രവേശിക്കുന്ന ദ്വാപരയുഗ അവസാനമായിരിക്കുന്ന കാലഘട്ടം, അപ്പൊ ഉണ്ടായതായിട്ടുള്ള അവസ്ഥകളെ കണ്ടിട്ടാണ് വേദവ്യാസ മഹർഷിക്ക് ഒന്നുറപ്പായി. അതെന്താണ്? ഇവിടെ കൃഷ്ണഭക്തി ഉള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ? രക്ഷയുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ എല്ലാം നശിക്കുന്നത് നമുക്ക് കാണാം. വലിയ വലിയ കേമന്മാരാണ്, പക്ഷെ ഒക്കെ അല്ലേ കൗരവന്മാരായിട്ടുള്ള 100 പേര് നശിച്ചത്. അതുപോലെ ഭഗവാന്റെ തന്നെ ബന്ധുക്കളായിട്ടൊക്കെ ദ്വാരകയിലുണ്ടായിരുന്ന യാദവന്മാരുടെ നാശം, ഇത് രണ്ടും കണ്ടു എന്നാണ്. അല്ലെ, കൗരവന്മാരുടെ നാശം ഒരു ഭാഗത്ത്, അത് കുറെണ്ണം അവിടെ കിടന്ന് മരിച്ചു, ഇത് കുറെണ്ണം ഇവിടെ കിടന്ന് മരിച്ചു. എവിടെ? ഭഗവാന്റെ മുമ്പ് കിടന്ന് തല്ലൂടി മരിക്കണു. അപ്പൊ ഈ ഭഗവാന്റെ മുമ്പ് കിടന്ന് തല്ലൂടി മരിക്കണുണ്ടപ്പോ മറ്റൊരു ഭേദ തോന്നി. അതെന്താ? അത് മുമ്പിൽ തന്നെ ആയിരുന്നു വെച്ചാലും അന്തല്യായിട്ടാണ്. ഇത് അന്തല്യായിട്ടാണോ? ഇത് അന്തം കൂടിയിട്ടാ. ഇന്നിപ്പോ അന്തം കുറച്ച് കൂടിയത് കൊണ്ട് കുറഞ്ഞു. 2 തരമുണ്ട്. പലതരത്തിലുള്ള ആൾക്കാരെ ഇന്ന് കാണാം. അന്തം ഇല്ലാത്ത ആൾക്കാരെയും കാണാം, കുറച്ച് അധികമായിട്ടുള്ള ആൾക്കാരുണ്ട്. വല്ലാണ്ട് അധികമായിട്ട് ഇതൊന്നും ഇല്ല പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അല്ലേ, നല്ല അറിവാന്നാ പറയണത്. എന്നിട്ടോ ഇതൊന്നും ഇല്ല. അത്ര ആരില്ല? ഈശ്വരനില്ല, കൃഷ്ണനില്ല, ഭാഗവതമില്ല, രാമായണമില്ല, അല്ലെ മഹാഭാരതമില്ല, നാരായണീയല്ല, ഇല്ല പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ ഒക്കെ പഠിച്ചവരാന്നാ പറയണേ. അപ്പൊ അതാ പറഞ്ഞത്, അന്തല്ല, അല്ലെ, അന്തള്ള ആൾക്കാരും അന്തല്ലാത്ത ആൾക്കാരും. ഒരു ഭാഗത്ത് കൗരവന്മാരുടെ നാശം, ഒരു ഭാഗത്ത് യാദവന്മാരുടെ നാശം വേദവ്യാസ മഹർഷി കാണാണ്. ഒന്ന് വേദവ്യാസന് മനസ്സിലായി. എന്താണ്? ജനസ്യ കൃഷ്ണാത് വിമുഖസ്യ ദൈവാത് അധർമ്മശീലസ്യ സുദുഃഖിതസ്യ. വിതുര മൈത്രേയ സംവാദത്തിൽ വിതുര മഹാശയന്റെ തന്നെ വാക്കുകളിലൂടെ വേദവ്യാസൻ സൂചിപ്പിച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്? ജനസ്യ കൃഷ്ണാത് വിമുഖസ്യ, ഭഗവാനിൽ നിന്ന് വിമുഖന്മാരായി സാകലതും ചത്തൊടുങ്ങിയതാണ്. അവനവന്റെ കൂടെയുള്ള അവനവന്റെ തന്നെ ബന്ധുവായിട്ടും അല്ലെ ഭഗവാന്റെ മക്കളായിട്ടുള്ള സാമ്പൻ തുടങ്ങിയവരാണ് ഏറ്റവും മുമ്പിൽ ദുഷ്ടതയ്ക്കിയത്. ഭഗവാന്റെ പുത്രനായിട്ടുള്ള സാമ്പൻ, അതുപോലെ ഭഗവാന്റെ പുത്രന്മാരായിട്ടുള്ള മറ്റുള്ള ആളുകള്, അവരുടെ ബന്ധുക്കള്. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗത്ത് വലിയ ശ്രേയസ്സിലേക്ക് എത്തിച്ചേരേണ്ട ഭഗവാന്റെ കൂടെ എപ്പോഴും ഉള്ളവരായിട്ടുള്ള ഭഗവാന്റെ കുട്ടികളും ബന്ധുക്കളുമായിട്ടുള്ള ആളുകൾ പോലും ഈ അഹങ്കാരത്തിന്റെയും അല്ലെ ദുസ്വഭാവങ്ങളുടെയും കാരണത്തെ കൊണ്ട് ആ ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ തന്നെ മണ്ണടിഞ്ഞു പോകുന്നത് കണ്ടപ്പോ വേദവ്യാസ മഹർഷി തീർച്ചയാക്കി ഇവരുടെയൊക്കെ കുഴപ്പം ഒന്നു തന്നെയാണ്. എന്താണ്? കൃഷ്ണാത് വിമുഖസ്യ. ഒരാൾക്കും ഭഗവാനെ വേണമെന്നില്ല. അതാണ് ബാക്കിയുള്ളതൊക്കെ വേണം. അല്ലെ, ദുര്യോധനാദികളായിട്ടുള്ള ആളുകളെ നോക്കിക്കോളൂ. അവർക്ക് ഈ യാദവന്മാരായിട്ടുള്ള യാദവ പ്രമാണിമാര് എങ്ങനെയാ പറയുന്നത്? ഒരു പ്രമാണം ഇല്ല ഇനി. ആ പ്രമാണിയാന്നുള്ളത് അല്ലെ ധാരാളം അവനവൻ വലിയ വലിയ പ്രമാണിമാരായിട്ടുള്ള ആളുകള് അല്ലെ. ആ യാദവ പ്രമാണിമാര് പോലും വെറും
ഈയാമ്പാറ്റകളെ പോലെ നശിച്ചു പോകുന്നതായിട്ടുള്ള കാഴ്ച. എന്തിൻ്റെയൊക്കെയോ പേരിൽ ഭ്രമിച്ച് സജ്ജനങ്ങളെ നിന്ദിച്ച്, അല്ലേ? അപ്പൊ നോക്കിക്കോളൂ, ഭാഗവതം പറയാണ്, ഒരിക്കലും നമ്മൾ സജ്ജനങ്ങളെ എന്ത് ചെയ്യരുത്, നിന്ദിക്കാനിട വരരുത്. സ്വപ്നത്തിൽ പോലും ചിന്തയിൽ പോലും നമുക്ക് ഒരു സജ്ജന നിന്ദ ചെയ്യാൻ ഇടവരരുത്. കാരണം അത് നമ്മളെ എന്ന് മാത്രമല്ല, സകലതിനെയും നശിപ്പിക്കുന്നതാണ്, എല്ലാത്തിനെയും നശിപ്പിക്കും. അത് വേദവ്യാസൻ നമുക്കിതാ കാണിച്ചു തരും. അപ്പൊ കഴിയുന്ന സമയത്ത് എന്ത് വേണം? കഴിയുന്ന സമയത്ത് സജ്ജനങ്ങളെ പരമാവധി സജ്ജനങ്ങളുമായിട്ട് ചേർന്നിരിക്കാൻ നമ്മൾ ശ്രമിക്കുക, പരമാവധി ശ്രമിക്കുക. അവനവന്റെ ഗൃഹത്തിലായാലും എവിടെ ചെന്നായാലും സജ്ജനങ്ങളോടുകൂടി ചേർന്നിരിക്കാനും സന്മനസ്ഥിതിയോടുകൂടി ഇരിക്കാനും ശ്രമിക്കുക. അപ്പൊ അത് സൂചിപ്പിക്കുന്നതാണ് വേദവ്യാസ മഹർഷിയുടെ ആദ്യത്തെ വാക്കുകളൊക്കെ. അതായത് ദുഷ്ടന്മാരായിട്ടുള്ള ആ ദുര്യോധനാദികളായിട്ടും അതുപോലെ അശ്വത്ഥാമാവിനെ പോലുള്ള ആൾക്കാര്, ഇങ്ങനെയുള്ള ആളുകളെ പോലെയുള്ള സ്വഭാവം നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുക. എന്നിട്ട് പിന്നെ ഒരു 3 അമ്മമാരെ ആദ്യം, അല്ലെ, ഭാഗവതത്തില് ആദ്യം പറയുന്നത് 3 അമ്മമാരെ പറ്റിയാണ്, അല്ലെങ്കിൽ 3 സ്ത്രീകളെ പറ്റി. ഒരാൾ അമ്മയാവാൻ പോണു, ഒരാള് മധ്യവയസ്സായിട്ടുള്ള അമ്മ, ഒരാള് പ്രായമായിട്ടുള്ള അമ്മ, അല്ലെ? അമ്മയാവാൻ പോകുന്ന ഉത്തരയും, മധ്യവയസ്കയായിട്ടുള്ള ദ്രൗപദിയും, അല്ലെ, പ്രായമായിട്ടുള്ള കുന്തി ദേവിയും, 3 അമ്മമാര്. ആ അമ്മമാരുടെ ഭഗവാനിലേക്കുള്ള ഭക്തിയാണ് വേദവ്യാസൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത്. അപ്പൊ ആദ്യം പറയുന്ന അമ്മ ആരാ വെച്ചു കഴിഞ്ഞാൽ, തൻ്റെ കുട്ടികളെ നിഷ്കരണം കൊന്നൊടുക്കിയതായിട്ടുള്ള ആ അശ്വത്ഥാമാവിന് പോലും, അല്ലെ, മാപ്പ് കൊടുക്കുന്ന, അശ്വത്ഥാമാവിനെ മോചിപ്പിക്കൂ എന്ന് പറയുന്നതായിട്ടുള്ള ദ്രൗപദി. ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടു. അവനവന്റെ കുട്ടികളെ കൊന്ന ആളെ മോചിപ്പിക്കാൻ പറയുക. ഇന്നേ വരെ ഒരാളുണ്ടായിട്ടില്ല, അല്ലേ? അവനവൻ 5 കുട്ടികളെ പ്രസവിച്ചതായിട്ടുള്ള ആ ദ്രൗപദി. പാണ്ഡവന്മാരിങ്ങനെ നോക്കി നിൽക്കെ, അർജുനനും ഭീമസേനും ഒക്കെ അശ്വത്ഥാമാവിനെ കൊല്ലണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. എന്ത് കണ്ടത്? ദ്രൗപദി വന്ന് അശ്വത്ഥാമാവിനെ തന്നെ ഗും ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞ പോലെ നമസ്കരിച്ച്, ഗുരുപുത്രനായിരിക്കുന്ന ബ്രാഹ്മണനായിരിക്കുന്ന ഈ അശ്വത്ഥാമാവിനെ അഴിച്ചുവിടൂ, പാവം ജീവിച്ചോട്ടെ. ഇനിയിപ്പോ അങ്ങനെ ഒരാളെയും കൂടിയും കൊന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഇനിയിപ്പോ ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടും, അതെന്താ? ആ ഗുരുപത്നിയുടെ ശാപം കൂടിയും കിട്ടും. എന്നാ മുഴുവനെ ഇപ്പൊ അല്ലെ, ഇയാളെ കൊന്നു കഴിഞ്ഞാൽ ഗുരുശാപം ഉറപ്പാണ്. ഗുരുഹത്യാ പാപം, ബ്രഹ്മഹത്യാ പാപം. ഇനിയിപ്പോ ഇയാളെ കൊന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒന്നും കൂടിയും കിട്ടും. അതെന്താണ്? ആ ആരുമില്ലാത്ത ഗുരുപത്നി, അല്ലെ, കൃപി എന്നുള്ള ആ ഗുരു ദ്രോണാചാര്യയുടെ പത്നിയായിട്ടുള്ള ആ അമ്മയ്ക്ക് കൂടി നമ്മൾ കാരണം, അല്ലെ, ഒരു ദുഃഖം ഉണ്ടാക്കണോ? 5 കുട്ടികളെ പ്രസവിച്ച് ആ കുട്ടികൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാവുന്ന ദുഃഖം ഞാൻ എത്രയാണ് അനുഭവിക്കണമെന്ന് എനിക്കേ അറിയുള്ളൂ, അല്ലെ? തലേ ദിവസം ഭക്ഷണം വാരിക്കൊടുത്ത്, അല്ലെ, കഴിപ്പിച്ച ആ അമ്മ ഇന്ന് വെളിച്ചാകുമ്പോ കാണുന്നത് ആ കുട്ടികളുടെ മൃതശരീരമാണെങ്കിൽ ആ അമ്മയുടെ അവസ്ഥ എന്താണ്? ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും പാടില്ലാത്തതായിട്ടുള്ള ഒരു അധർമ്മമാണ് അവിടെ ഉണ്ടായത്. അശ്വത്ഥാമാവിന്റെ ദുഷ്ടത. ദുര്യോധനൻ പോലും മൂക്കത്ത് വിരൽ വെച്ചോത്രേ ഈ ദുഷ്ടന്റെ പ്രവൃത്തി കണ്ടിട്ട്. ജുഗുപ്സിതം കർമ്മ വികരഹയന്തി. ഇത്ര വൃത്തികെട്ട പ്രവൃത്തി ചെയ്തതായിട്ടുള്ള അശ്വത്ഥാമാവിനെ കണ്ടപ്പോ ദുര്യോധനന് പോലും മൂക്കത്ത് വിരൽ വെച്ച് ആട്ടി പറഞ്ഞേക്കാനാ തോന്നിയത്. ദുര്യോധനൻ ഇതുവരെ ഒരു നന്മയും ചെയ്യാത്തൊരു വിദ്വാനാ. അങ്ങനെയുള്ള ആള് ഈ ദുഷ്ടത കേട്ടപ്പോ ദുര്യോധനന് പോലും അത് സഹിക്കാൻ സാധിച്ചില്ല എന്ന് പറയും. അങ്ങനെയുള്ള അശ്വത്ഥാമാവിനെ അഴിച്ചുവിടാൻ പറഞ്ഞുകൊണ്ട് തൻ്റെ മരിച്ചുപോയ കുട്ടികളിൽ പോലെ അതുപോലെ ഒരാളായിക്കൊണ്ട്, തൻ്റെ കുട്ടികളെ പോലൊരു കുട്ടിയല്ലേ ഇയാളും, ഒരു അമ്മയ്ക്കുണ്ടായതാണല്ലോ. വേണ്ട, ആ അമ്മ ദുഃഖിക്കണ്ട. എങ്ങനെ ജീവിക്കുകയാണെങ്കിലും എവിടെ ജീവിക്കുകയാണെങ്കിലും ആ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. ഈ അശ്വത്ഥാമാവ് ജീവിച്ചിരിക്കണു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചോട്ടെ, ആ അമ്മയും ജീവിക്കട്ടെ, ദുഷ്ടനാണെങ്കിലും ഈ പുത്രന് ജീവിക്കട്ടെ. എന്തിനാ നമ്മളായിട്ട് ഈ അശ്വത്ഥാമാവിനെ, അല്ലെ, ഇല്ലാതെയാക്കിക്കൊണ്ട് ആ അമ്മയ്ക്ക് ദുഃഖം നൽകുന്നത്? അപ്പൊ അശ്വത്ഥാമാവിനോട് പോലും, തൻ്റെ കുട്ടികളെ കൊന്നവനോട് പോലും ആ കാരുണ്യം കാണിക്കാൻ ആർക്ക് സാധിച്ചു എന്നാണ്? ദ്രൗപദി ദേവിക്ക്. വേദവ്യാസ മഹർഷി നോക്കുമ്പോൾ ഇതേ ദ്രൗപദിയാണ് പണ്ട് മുടിയഴിച്ചിട്ട് ചോര കൊണ്ടുവന്ന, അല്ലെ, ആ കൗരവന്മാരുടെ ചോര കൊണ്ടുവന്ന മുടി കെട്ടണം എന്ന് പറഞ്ഞ ആളാണ്. കേശമിതുകൊണ്ട് കേശവ ഗമിക്കണം എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ എന്ത് ചെയ്യണത്? അവനവന്റെ കുട്ടികളെ കൊന്നവനെ
ആ മരിച്ചുപോയ കുട്ടികളിൽ ഒരാളായിട്ടുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ആ സ്നേഹം, ആ ദ്രൗപദിയുടെ കണ്ണില് ആ അശ്വത്ഥാമാവിനോട് പോലും ഒരു വാത്സല്യം തോന്നിയിത്രേ. അല്ലെ, ഈ വാത്സല്യം കണ്ണുകളിലൂടെ അങ്ങനെ വരുമ്പോ ദ്രൗപദിയില് അശ്വത്ഥാമാവിനോട് പോലും ഒരു വാത്സല്യം, ഒരിക്കലും ആവശ്യമൊന്നുമില്ലാത്തതാണ് അല്ലെ. അശ്വത്ഥാമാവിനോട് വാത്സല്യത്തിന്റെ ആവശ്യമുണ്ടോ? അശ്വത്ഥാമാവ് പോലും അത്ഭുതപ്പെട്ടു, അയ്യോ ഞാൻ മരിച്ചില്ലേ എന്ന്. കാരണം അയാൾ തന്നെ വിചാരിച്ചത് മരിക്കുന്ന. ആ അശ്വത്ഥാമാവിന് പോലും അത്ഭുതമായി എത്ര ഞാൻ മരിച്ചില്ല എന്ന് കണ്ടപ്പോ. ആളുകളൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞു നിൽക്കുമ്പോ ഈ കൊന്നൊടുക്കിയ കുട്ടികളുടെ അമ്മ തന്നെ വന്ന് എന്നെ അഴിച്ചുവിടാൻ പറയേ. ഇതെന്തൊരു അത്ഭുതമാണ് അശ്വത്ഥാമാവിന് പോലും കുറച്ചു നേരം തോന്നി. അത്രയും ദുഷ്ടനാണ്, അത് സംശയമില്ല. ആ ദ്രൗപദി ദേവിക്ക് ഇത് പറഞ്ഞപ്പോഴാണ് വലിയ സമാധാനം ഉണ്ടായത്. കാരണം വേറൊന്നുമല്ല, എത്രയോ ആളുകൾ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചുപോയി, എത്രയോ ആളുകൾ പല പല തരത്തിൽ ഇല്ലാതെയാവണു. ഇനിയിപ്പോ ഞാൻ കാരണം എന്തിനാ ഒരാളും കൂടി? ഇങ്ങനെയൊക്കെ പലതരത്തിലും, അതൊക്കെ ആ ഉള്ളിലുള്ള കാരുണ്യത്തിന്റെ വാത്സല്യത്തിന്റെ ഒരു ഭാവമാണ്. അതിനിപ്പോ അർത്ഥമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പുറമെയുള്ള ആൾക്കാർ ചിലപ്പോൾ അർത്ഥമില്ല എന്നൊക്കെ പറയും. ഈ ദ്രൗപദി എന്താ അങ്ങനെ പറയണേന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ മറ്റുള്ളവരെ. പക്ഷേ ദ്രൗപദിക്ക് അതാണ് ഇപ്പൊ വലിയ അർത്ഥമായിട്ട് തോന്നുന്നത്. അതായത് ഇതാണ് ശരി എന്ന് ദ്രൗപദിക്ക് തോന്നി. ഇനിയിപ്പോൾ അത് ഈ ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ. അതാരാ അറിയോ? ഭഗവാനാണ്. ഭഗവാന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോ ആ ഭഗവാന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്ന സമയത്ത് ഭഗവാൻ ദ്രൗപദിയെ നോക്കി ഒന്നിങ്ങനെ ചിരിച്ചു അത്രേ. അപ്പൊ ഭഗവാന് സമ്മതമായി എന്ന് ആർക്കും മനസ്സിലായി? ദ്രൗപദിക്ക് മതി, എനിക്കത് മതി, എനിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല, എനിക്ക് ഭഗവാന്റെ ആ അനുഗ്രഹം വേണ്ടു അല്ലേ. ഈ ദ്രൗപദിയുടെ ഈ ഒരു രംഗമായിരിക്കാം പൂന്താനത്തിന് പോലും അല്ലെ, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി അല്ലെ. തൻ്റെ ആ ഉണ്ണിയെ നഷ്ടപ്പെട്ട സമയത്തും ആ പൂന്താനത്തിന് ഇങ്ങനെ പറയാൻ സാധിച്ചത് അതിൽ വേറെ ഒരു കഥാപാത്രങ്ങളും ഭാഗവതത്തിൽ ഉദാഹരണമില്ല. അത് ദ്രൗപദി തന്നെയുള്ളൂ, സംശയമില്ല അല്ലെ. കാരണം ദ്രൗപദിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. തൻ്റെ കുട്ടികളൊക്കെ മരിച്ചു കിടക്കുമ്പോഴും ആ കൊന്നവനോട് പോലും വാത്സല്യം കാണിച്ച അമ്മയാണ് ആര്? ദ്രൗപദി. അതെന്തുകൊണ്ടാ? അത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കൊണ്ടാണ് എന്ന് മനസ്സിലായി. അപ്പൊ ആദ്യം പറഞ്ഞ ഭക്തിയുടെ സ്വരൂപം ദ്രൗപദി, അതായത് കൃഷ്ണഭക്തി ഉള്ളിൽ ഉറച്ചു. അത് ആർക്കാ? അത് ആരിലാണ് വേദവ്യാസൻ ആദ്യമായിട്ട് കണ്ടത്? അത് ദ്രൗപദിയിലാണ്. വേദവ്യാസന് സന്തോഷായി, എന്തൊരു ഭക്തിയാ ദ്രൗപദിക്ക്. അവനവന്റെ കുട്ടികളെ കൊന്നവനോട് പോലും ക്ഷമിക്കാനുള്ള പക്വതയിലേക്ക് ആ മനസ്സ്, ആ ഹൃദയം ഉയർന്നുവെങ്കിൽ അത് കൃഷ്ണഭക്തി കൊണ്ട് മാത്രമേ ലോകത്തിൽ സാധിക്കുള്ളൂ. അല്ലാതെ ലോകത്തിൽ ഒരു ഉപദേശത്തിനോ അല്ലെ ഒരു വാക്കുകൾക്കോ ഒരു മറ്റൊരു കാര്യത്തെ കൊണ്ടോ ലോകത്തിൽ ഇങ്ങനൊരു ഭക്തി ഉണ്ടാവില്ല. അപ്പൊ അവനവന്റെ ജീവിതത്തിലുള്ള ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയെ കൃഷ്ണഭക്തി കൊണ്ട് അതിജീവിച്ച കഥാപാത്രം അതാണ് ദ്രൗപദി ദേവി എന്നാണ്. അപ്പൊ ആദ്യത്തെ അതിജീവനത്തിന്റെ കഥ കൂടിയാണ് അല്ലെ. ഇന്നിപ്പോ നമ്മൾ പലതരത്തിലുള്ള അതിജീവനങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള അതിജീവനം എവിടെയും കാണൂല, സംശയമില്ല. ദ്രൗപദിയെ പോലെ കൃഷ്ണഭക്തി കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖത്തെ അല്ലെ നമ്മൾ പറയാറുണ്ടല്ലോ, പുത്രദുഃഖം ദിനേ ദിനേ എന്ന് പറയാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതാവസാനം വരെ ദുഃഖവും എന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, മരണം മാത്രമൊന്നുമല്ല, എന്തു സംഭവിച്ചാലും അവസാനം വരെ ദുഃഖത്തിന് കാരണമാണ് എന്ത്? അവനവന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ ദുഃഖത്തെ കൃഷ്ണഭക്തി കൊണ്ട് തരണം ചെയ്യാൻ ദ്രൗപദി ദേവിക്ക് സാധിച്ചുവെങ്കിൽ അതാണ് വേദവ്യാസം പറഞ്ഞത്, ശ്രീകൃഷ്ണ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമല്ല. അതെന്താണ്? അത്ര എളുപ്പമല്ല. അത്ര എളുപ്പമൊന്നുമല്ല. ശ്രീകൃഷ്ണ ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല അല്ലെ. മുകുന്ദോ മുക്തിം ദദാതി കരിഹിജിൽ സ്മരണ ഭക്തി യോഗം എന്ന് പറയുന്നുണ്ട് പഞ്ചമസ്കന്ധത്തില്. ഭഗവാൻ ചിലപ്പോ മുക്തിയൊക്കെ വാരിക്കോരി കൊടുക്കും, എത്ര വേണമെങ്കിൽ തരുന്നതാണ്. പക്ഷേ ഭക്തി എന്നുള്ളത് അത് ഉള്ളിൽ ഉറപ്പിക്കല് അത്ര എളുപ്പമായിട്ടുള്ളതല്ല. അപ്പൊ അത് ഉറച്ച ഏറ്റവും ശ്രേഷ്ഠയായിരിക്കുന്ന കഥാപാത്രം ദ്രൗപദി എന്നുള്ള ആ അമ്മ. ഇനിയിപ്പൊ അമ്മ എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താ, അമ്മ എന്ന് വിളിക്കുന്ന 5 കുട്ടികളും മരിച്ചുപോയ ആളാ. ആലോചിച്ച് നോക്കണേ അല്ലെ. അമ്മയെന്ന് വിളിക്കാനുള്ള 5 കുട്ടികളും മരിച്ചുപോയ ആ അമ്മയ്ക്ക് ഇനിയിപ്പോ ഒരു ഉണ്ണിയുള്ളൂ. അതാരാ? അത് ഉണ്ണികൃഷ്ണൻ ഭഗവാൻ തന്നെ അല്ലെ. എത്രയെത്ര അല്ലെ വലിയ ആളായാലും ദ്രൗപദി ശ്രീകൃഷ്ണനിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഏത് തരത്തിലുള്ള ഭക്തിയാണ് എന്നൊരിക്കലും
പ്രവചിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുക. കാരണം ദ്രൗപദിക്ക് ഭഗവാനോട് എല്ലാ തരത്തിലുള്ള വാത്സല്യം ഉണ്ടെന്നാണ്. ഒരു സുഹൃത്തിനെ പോലെ ഉണ്ട് അല്ലേ. ഇനി ഇപ്പൊ തന്റെ ഭർത്താക്കന്മാരെ പോലെ പതിമേ കുരു ദയനമ എന്നൊക്കെ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് പതിയായിട്ടുള്ള ആളാണ് ഭഗവാൻ, എനിക്ക് സുഹൃത്തായിട്ടുള്ള ആളാണ് ഭഗവാൻ അല്ലെ, എനിക്ക് സഹോദരനായിട്ടുള്ള ആളാണ് ഭഗവാൻ. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ എന്തായി, എനിക്കൊരു ഉണ്ണിയെ പോലെയും ആരുണ്ട്, ഭഗവാൻ ഉണ്ട്. അപ്പൊ 5 കുട്ടികൾ മരിച്ചു പോയപ്പോഴും തൻ്റെ ഉള്ളില് ആ ഉണ്ണിയെ പോലെ തന്നെ ഭഗവാനെ കാണാനുള്ള വാത്സല്യം. അപ്പൊ അങ്ങനെ ആ മാതൃഭാവത്തിന്റെ സ്വരൂപമായിക്കൊണ്ട് ദ്രൗപദീ ദേവിയെയും, അത് കഴിഞ്ഞ് ഭഗവാൻ ആ രംഗത്തെ വേണ്ട പോലെ അർജുനെ കൊണ്ട് അല്ലെ നിർവഹിപ്പിച്ചു. അർജുനോട് പറഞ്ഞു, ദ്രൗപദി പറഞ്ഞു കേട്ടില്ലേ, അതന്നെയാണ് എനിക്കും അഭിപ്രായം. കൊല്ലരുത് ഞാൻ പറയുന്നില്ല, കൊല്ലണമെന്നും പറയുന്നില്ല എന്നാണ്. കൊല്ലരുത് എന്നും പറയുന്നില്ല, കൊല്ലണമെന്നും പറയുന്നില്ല, അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ കൊല്ലാണ്ട കൊല്ലണോ, അതിപ്പോ എങ്ങനെയാ അല്ലെ, കൊല്ലാതെ കൊല്ല അങ്ങനെ പറയാറുണ്ട്. അർജുനൻ നല്ലോണം ആലോചിച്ചു എന്നാണ്. ഭഗവാന്റെ വാക്കുകളുടെ ആ സാരം അർജുനന് മാത്രമേ മനസ്സിലായുള്ളൂ. അങ്ങനെയാണ് അശ്വത്ഥാമാവിനെ എല്ലാ അല്ലെ നന്മകളും എല്ലാ തരത്തിലുള്ള ആ വിശേഷങ്ങളും ഇല്ലാതെയാക്കിക്കൊണ്ട് ഭ്രഷ്ടനായി ആ സദസ്സിൽ നിന്ന് തള്ളിക്കളയുന്നതും. അങ്ങനെയുള്ള അശ്വത്ഥാമാവ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഉള്ളിലുള്ള ദുഷ്ടത മാറണില്ല. പാണ്ഡവന്മാർക്കു നേരെയും ആ പാണ്ഡവകുലത്തിൽ ഇനി അവശേഷിക്കുന്ന അല്ലെ ആ ഒരു ബീജം കൂടി, ഒരു കുട്ടി കൂടി ഉണ്ടാവാൻ പോകുന്നുണ്ട് ഉത്തരാദേവിയില്. ആ കുട്ടിയെ കൂടി കൊല്ലാൻ ആര് ശ്രമിച്ചു? അശ്വത്ഥാമാവ്. ബ്രഹ്മശിരസ് എന്നുള്ളതായിട്ടുള്ള അസ്ത്രത്തെ കൊണ്ട് ആ ഗർഭത്തിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു അശ്വത്ഥാമാവ്. ഉത്തരാദേവി ആ സദസ്സിൽ നിന്ന് ഭഗവാൻ കേൾക്കുന്നത് ഉറക്കെ ഉത്തരാദേവിയുടെ കരച്ചിലാണ്. ആ കരയുന്ന സമയത്ത് ഉത്തരാദേവി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദേവദേവ കൃഷ്ണ കൃഷ്ണ മഹാഭാഗ, ദാ ഭഗവാനെ, എനിക്ക് മറ്റാരും നാന്യം ത്വത് അഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാം ഈശ ശരസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഭഗവാൻ പിന്നീട് കേൾക്കുന്നത്. ഓടിച്ചെല്ലാണ് ഉത്തരാദേവിയുടെ അടുത്തേക്ക്. ഉത്തരാദേവി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുണ്ട് ചോദിച്ചാൽ ഒരു 16-17 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ്. ചെറിയ കുട്ടിയാണ്. അഭിമന്യുവിനെ വിവാഹം ചെയ്തു. ആ വിവാഹം ചെയ്ത് കുറച്ച് നാളെ ആയുള്ളൂ ഇവിടെ അഭിമന്യുവിൽ നിന്ന് ഗർഭം ധരിച്ചിരിക്കുന്നു. ആ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് അഭിമന്യുവിന്റെ മഹാഭാരത യുദ്ധത്തിൽ വെച്ചുള്ള ആ മരണം സംഭവിച്ചത്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ വിധവയായിട്ട് തീർന്നതും ഇതാ ഒരു കുഞ്ഞിന് താൻ ജന്മം നൽകുകയാണ്. ഈ കുഞ്ഞാണ് ഇനി ഭാരതത്തിന് അധിപനായിട്ട്, അല്ലെങ്കിൽ ഈ ഭാരത ധർമ്മത്തെ പരിപാലിക്കാനുള്ളത്. അതാണ് ഉത്തരാദേവി ഉള്ളിൽ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള തൻ്റെ കുഞ്ഞിനെ എന്തോ വന്ന് നശിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ഉത്തരാദേവിക്ക്. കാരണം അതുവരെ പ്രശ്നങ്ങളൊന്നും തോന്നാതിരുന്ന ഉത്തരയ്ക്ക് ആ സമയത്ത് തൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തോ സംഭവിച്ചു, തനിക്ക് എന്തോ പറ്റി, ശരീരമാസകലം ചുട്ടുപൊള്ളുന്നതായിട്ടുള്ള അവസ്ഥയും മുമ്പിലിങ്ങനെ മരണം തന്നെ സംഭവിക്കാൻ പോവുകയാണോ എന്നുവരെ. ഉത്തരയ്ക്ക് അവനവന്റെ മരണത്തെ പറ്റി വലിയ പേടിയില്ല. പക്ഷേ ഉത്തര പ്രാർത്ഥിച്ചത് എന്താണ്? ഞാൻ മരിച്ചാലും എൻ്റെ ഈ കുഞ്ഞിനെ ഭഗവാൻ രക്ഷിക്കണേ. കാരണം അവനെയാണ് ഇനി ഭഗവാനിലേക്ക് ധർമ്മ രക്ഷയ്ക്കായിക്കൊണ്ട് ഈ സനാതന ധർമ്മത്തിനു വേണ്ടി എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതെന്റെ ഈ ഗർഭത്തിൽ കിടക്കുന്നതായിട്ടുള്ള കുഞ്ഞിനെ സമർപ്പിക്കലാണ്. അപ്പൊ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ അതിൽ നിന്ന് തന്നെയും ആ കുഞ്ഞിനെയും രക്ഷിക്കാൻ ഭഗവാനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അങ്ങനെ ആ ഉത്തരാദേവിയുടെ പ്രാർത്ഥന ഭഗവാൻ അടുത്തു വന്നു. നല്ലവണ്ണം ഉത്തരാദേവിയെ ആശ്വസിപ്പിക്കുകയും നല്ല വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ആ പുഞ്ചിരി കണ്ടപ്പോഴേക്ക് തന്നെ ഉത്തരയ്ക്ക് വലിയ സമാധാനമായിട്ടു. ഭഗവാൻ ഉത്തരയോട് അടുത്തിരുന്നു. ഉത്തരയോട് എത്രയാണ് തൻ്റെ പൗത്രിയായിട്ടുള്ള ഭാവത്തിൽ തന്നെയാണ് ഉത്തരയെ ഭഗവാൻ കാണുന്നത്. വാത്സല്യത്തോടുകൂടി ഉത്തരയുടെ ആ ശിരസ്സെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് ആശ്വസിപ്പിച്ച് വാക്കുകളൊക്കെ പറഞ്ഞു. ഉത്തരയോട് പറഞ്ഞു, നീ പേടിക്കേണ്ടതില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്തു വന്നാലും ഞാൻ കൂടെ ഉണ്ടല്ലോ, എന്തിനാ പേടിക്കണമെന്ന് ചോദിച്ചാൽ ഉത്തരയെ നല്ല വാക്കുകളെ കൊണ്ടും
നല്ല ആ കേശവേന അനുകമ്പിതം എന്ന് പറയില്ലേ, ആ തലോടൽ കൊണ്ടൊക്കെ നല്ലവണ്ണം ആശ്വസിപ്പിച്ചുകൊണ്ട് ഇതാ ഭഗവാൻ ഉത്തരയുടെ സകല ദുഃഖങ്ങളെയും ഭയത്തെയും ഒക്കെ അങ്ങോട്ട് ഒരു നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാക്കി എന്നാണ്. ആ സമയത്ത് അവിടെ വേദവ്യാസ മഹർഷി അത്രേ പറയുള്ളൂ വെച്ചാലും പിന്നീട് വേദവ്യാസൻ പറയുന്നുണ്ട് അവിടെ എന്താ സംഭവിച്ചത്. ഉത്തരാഗർഭത്തിലേക്ക് അങ്കുഷ്ടമാത്രം അമലം, അല്ലെ, ഒരു ചെറിയ പെരുവിരലിന്റെ പകുതി വലിപ്പത്തില് ഒരു ചെറിയ സ്വരൂപം സ്വീകരിച്ച് ഭഗവാൻ എവിടെ പ്രവേശിച്ചു? ആ ഉത്തരാഗർഭത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്തിനാ? പരിഭ്രമന്തമുൽക്കാഭം. ആ ഗർഭത്തിൽ കിടക്കുന്നതായിട്ടുള്ള കുഞ്ഞിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ട് അശ്വത്ഥാമാവിന്റെ അസ്ത്രത്താൽ ദ്രൗണ്യ അസ്ത്രവിപുഷ്ടമിതം മതംഗം എന്നിങ്ങനെ പരീക്ഷിത്ത് പറയുന്നത് കേൾക്കാം. ഉത്തരാഗർഭത്തിൽ കരിഞ്ഞു കരിക്കട്ടയായിട്ട് പോയ ആ കുഞ്ഞിനെ ശരീരവും വീണ്ടും ജീവനും നൽകി ആ കുഞ്ഞിനെ സംരക്ഷിച്ചുകൊണ്ട് ഇനി ജനിക്കുന്നത് വരെ, അതായത് ഉത്തരാദേവി എപ്പോഴാണോ പ്രസവിച്ച് ഈ പരീക്ഷത്തിന് ജന്മം നൽകുന്നത് അതുവരെ ഭഗവാൻ എവിടെ ഇരുന്നു? ആ ഉത്തരാദേവിയുടെ ഗർഭത്തില് വസിക്കലുണ്ടായി എന്ന് ഇതാ പിന്നീട് വേദവ്യാസ മഹർഷി പറയുന്നുണ്ട്. അപ്പൊ അത് വളരെ രഹസ്യമായിട്ടുള്ള, ആരും അറിഞ്ഞിട്ടില്ല. അത് കുന്തിദേവി അറിഞ്ഞു വെച്ചില്ല. ദ്രൗണ്യ അസ്ത്രദശാസ്മഹരെ അഭിരക്ഷിത എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംശയമായിട്ട് പറയാറുണ്ട്. എന്നാൽ ആരും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഉത്തരാദേവിയെ സംരക്ഷിച്ചത്, ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്നതായിട്ടുള്ള ആ കുഞ്ഞിനെ പരീക്ഷത്തിനെ ഭഗവാൻ സംരക്ഷിച്ചത് ഒരാളും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഭഗവാൻ അറിയാം, താനല്ലാതെ മറ്റാരുമില്ല ഉത്തരയെ രക്ഷിക്കാൻ. ഇനി തൻ്റെ ആ ഭക്ത പരമ്പരയെ രക്ഷിക്കാൻ താനല്ലാതെ ആരാളുള്ളത്? അല്ലെ, പാണ്ഡവന്മാർക്ക് രക്ഷിക്കാൻ പറ്റുമോ? ആർക്കും പറ്റില്ല. ഉത്തര അത്രയും അമോഘം ച അപ്രതിക്രിയം, അപ്രതിക്രിയമായിരിക്കുന്ന അമോഘമായിരിക്കുന്ന ബ്രഹ്മശിരസ് എന്നുള്ള അസ്ത്രത്തെ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞതായിട്ടുള്ള ഗർഭത്തെ ഭഗവാന് മാത്രമേ രക്ഷിക്കാനായിട്ട് സാധിച്ചുള്ളൂ എന്നുള്ളതാണ്. അവിടെ സജ്ജനങ്ങൾ അനുസ്മരിക്കാറുണ്ട്, അവനവന്റെ അമ്മയുടെ ഗർഭത്തിൽ പോലും ആര് കിടക്കലുണ്ടായിട്ടില്ല. ഭഗവാൻ പ്രവേശിക്കല എന്ന് പറഞ്ഞാൽ ദേവകീ ദേവിയുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ വസുദേവരുടെ വാക്കുകളിലൂടെ പ്രവേശിച്ചു. അല്ലെ, ആവിരാസിൽ യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കല. അല്ലെ, ആ കിഴക്ക് ചന്ദ്രോദയം എന്ന പോലെ ആ ദേവകീ വസുദേവന്മാരുടെ ഹൃദയത്തിൽ പ്രകാശിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച ഭഗവാൻ പുറത്തും പ്രകാശിച്ചു. അത്രേ ഉള്ളൂ. അല്ലാതെ ഭഗവാൻ ദേവകീ ഗർഭവാസം അനുഷ്ഠിച്ചു അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടുമില്ല. എന്നാൽ ആലോചിച്ചോളൂ, ഇവിടെ ഈ പരീക്ഷത്തിനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉത്തരാദേവിയുടെ പ്രാർത്ഥന കേട്ട് ആ ഉത്തരാഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഉത്തരയുടെ ഗർഭത്തിൽ എത്ര കാലമാണോ പരീക്ഷിത്ത് ജന്മമെടുക്കാനുണ്ടായത് അത്രയും കാലം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. കാരണം ഒരു തവണയല്ല, ഇനിയും എത്രയോ തരത്തിലുള്ള ദുരവസ്ഥകൾ ഉണ്ടാവാം. അപ്പൊ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആ ഗർഭപാത്രത്തിൽ, ഉത്തരാഗർഭത്തിൽ ഭഗവാൻ വാത്സല്യത്തോടുകൂടി കാരുണ്യത്തോടുകൂടി ആ പരീക്ഷത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി എന്നാണ് പറയാം. അപ്പൊ എത്രയാണ് ഭഗവാന്റെ ആ കാരുണ്യം ഉത്തരയോട്, പാണ്ഡവന്മാരോട്, അല്ലെങ്കിൽ ആ പരീക്ഷത്തിനോട്. ഇനിയിപ്പോ അതുമാത്രമാണോ? അതുമല്ല, പരീക്ഷത്തിന് ആ ഗർഭത്തിൽ വെച്ച് തന്നെ കണ്ണു തുറപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ളതാ. അതാണല്ലോ ഗർഭേയ ദൃഷ്ടമനുധ്യായൻ എന്ന് പറയും. ഗർഭേയ ദൃഷ്ടം എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ വെച്ച് താൻ കണ്ടതായിട്ടുള്ള ഭഗവാനെ എന്നർത്ഥം. അപ്പോ ഗർഭപാത്രത്തിൽ വെച്ച് പരീക്ഷിത്ത് തൻ്റെ കൂടെ ആ ഉത്തരാഗർഭത്തിൽ കിടന്ന് തന്നെ രക്ഷിക്കുന്നതായിട്ട് ഭഗവാനെ കണ്ടിട്ടുണ്ട് പറഞ്ഞാൽ ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സുദർശനേന, അല്ലെ, ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ കാണിച്ചു കൊടുക്കാണ്ടിരിക്കുമോ? അല്ലെ, ഇത്ര ബുദ്ധിമുട്ടിയിട്ട്, അല്ലെ, ഇത്ര ബുദ്ധിമുട്ടി ഓരോ കാര്യം ചെയ്തിട്ട് ആരും കാണാനില്ലാണ്ടായി കഴിഞ്ഞാൽ, അല്ലെ, പരീക്ഷത്തെ കണ്ണു തുറന്ന് കണ്ടോളൂ, ഞാൻ തന്നെ അവിടെ, ഒരു പേടിയും വേണ്ട, ഞാൻ എൻ്റെ കൂടെ. അപ്പൊ ഉത്തരാദേവിയോട് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ഉത്തരയെ അനുഗ്രഹിച്ചതുപോലെ തന്നെ ആ ഗർഭത്തിൽ പ്രവേശിച്ച് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെയും നല്ലോണം കണ്ടോളൂ എന്നെ എന്ന് പറഞ്ഞ് ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി ആ ദേവകീ വസുദേവന്മാർക്ക് മുമ്പിൽ തം അത്ഭുതം ബാലകം എന്ന് കാണിച്ചതുപോലെ ഭഗവാൻ തം അത്ഭുതം ബാലകം എന്നുള്ള ഭാവത്തിൽ ആ പരീക്ഷത്തിനും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തൊരു ഭാഗ്യല്ലേ! പരീക്ഷത്തിനെ പോലെ ആ വ്യക്തമായിട്ടുള്ള ശ്രീകൃഷ്ണ സ്വരൂപം കാണാൻ ആർക്കാ സാധിച്ചിട്ടുള്ളത്? ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യത്തിന്റെ, അല്ലെ, ഭക്തവാത്സല്യത്തിന്റെ കഥകളാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് വേദവ്യാസന് തന്നെ എന്തൊന്നില്ലാത്ത ആനന്ദം. കാരണം താൻ ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല.
അപ്പൊ വേദവ്യാസന് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയാൻ ലഭിച്ചപ്പോ എന്തെന്നില്ലാത്ത ആനന്ദത്തോട് കൂടിയിട്ടാണ് ഭഗവാന്റെ വാത്സല്യത്തെയും ഭഗവാന്റെ കാരുണ്യത്തെയും അതുപോലെ ഓരോ ഭക്തന്മാരും ഭഗവാനിലേക്ക് ചെയ്യുന്നതായിട്ടുള്ള ആ പ്രേമഭക്തിയുടെയും മഹത്വം ഇങ്ങനെ വേദവ്യാസന് അനുഭവമായിട്ട് തീരുന്നത്. വേദവ്യാസ മഹർഷി ഇപ്പോഴാണ് എന്തൊരു ഭക്തിയാ ഉത്തരയ്ക്ക്, അല്ലെ, അനന്യമായിട്ട് ശരണാഗതി ചെയ്യുന്നതായിട്ടുള്ള ഉത്തരാദേവി. ആ ശരണാഗതി തന്നെയാണ് ആരുടെ രക്ഷയ്ക്ക് കാരണമായത്? പരീക്ഷത്തിന്റെ രക്ഷയ്ക്ക് കാരണമായത്. അല്ലെങ്കിൽ ഭാരത ധർമ്മത്തിന്റെ ആ പാണ്ഡവ വംശത്തിന്റെ രക്ഷയ്ക്ക് കാരണമായിട്ട് തീർന്നത്, സംശയമില്ല. ഇനിയിപ്പോ ഇത് മാത്രമാണോ ചോദിച്ചാൽ അതൊന്നുമല്ല. അങ്ങനെ ഭഗവാൻ രക്ഷിക്കൊണ്ടാണല്ലോ ഇപ്പൊ നമുക്കിരുന്ന് എന്ത് പറയാൻ പറ്റുന്നത്, അല്ലെ? ഭാഗവതം പറയാൻ, ഈ കഥകളൊക്കെ പറയാൻ പിന്നിൽ ആരാണ്ടായത്? അത് ഭഗവാന്റെ കാരുണ്യാണ്. അല്ലെങ്കിൽ പരീക്ഷിത്ത് കേട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഥ പറയാൻ പറ്റുമോ? അപ്പോ എത്രയോ മുമ്പ് തന്നെ ഇനി വരാനിരിക്കുന്ന കലിയുഗത്തിലേക്ക് ഭാഗവതത്തെ കേൾപ്പിക്കാൻ, ഇനി വരുന്ന കലിയുഗവാസികൾക്ക് ഭാഗവതം കേൾക്കണമെങ്കിൽ അതിന് ഈ ഉണ്ണി ഉണ്ടാവണം. മാത്രമല്ല ഈ ഉണ്ണിക്ക് ഭഗവാൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലെ? ഒരു ബ്രാഹ്മണ ശാപം ഉണ്ടാവും എന്നൊക്കെ ഉണ്ടായതും, അതുപോലെ ആ ബ്രാഹ്മണ ശാപം നിമിത്തമായി കൊണ്ട് ഭാഗവതം കേൾക്കാനുള്ള ബുദ്ധി ഉണ്ടായതും, അങ്ങനെ പരീക്ഷത്തിന് ഭാഗവതം കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോഴാണ് ശ്രീശുകന്റെ വരവും നമുക്കും ഇതുപോലെ ഭാഗവതത്തെ കേൾക്കാനും സാധിച്ചത്. അപ്പൊ എത്രയെത്ര യുഗങ്ങളിലേക്കാണ് ആ ഉത്തരാദേവിയുടെ പ്രാർത്ഥന അനുഗ്രഹം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഉത്തരാദേവിയുടെ ആ ഭക്തി അനുഗ്രഹം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതത്ര നിസ്സാരമല്ല. വേദവ്യാസ മഹർഷി അത് തന്നെയാണ് ഉത്തരയെ വളരെ പ്രധാനമായിട്ട് ഇവിടെ കാണിച്ചു തന്നത്. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം എന്നിങ്ങനെ ആ ശ്രീകൃഷ്ണപാദാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ചുകൊണ്ട് നമസ്കരിച്ചതായിട്ടുള്ള ഉത്തരാദേവി. ഉത്തരയെ അല്ലെ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഭഗവാന് ഏത് പ്രാർത്ഥനയ്ക്കും മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള പുഞ്ചിരിയാണ്, അല്ലെ? കുന്തിദേവി ആയാലും ദ്രൗപദി ദേവി ആയാലും ഉത്തരാദേവി ആയാലും ഇനി ഭീഷ്മപിതാമഹന്റെ മുമ്പിലായാലും, അല്ലെ, പാണ്ഡവന്മാരുടെ മുമ്പിലായാലും ഭഗവാന്റെ ആ കൃഷ്ണാവതാരത്തിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മനോഹരമായിരിക്കുന്ന പുഞ്ചിരിയാണ്. ഹാസം ഹരേ, അല്ലെ? കപിലവാസുദേവൻ പോലും പറഞ്ഞല്ലോ, ഹാസം ഹരേ അവന്നത് അഖില ലോക തീവ്രശോക അശ്രുസാഗര വിശോഷണം അത്യുദാരം. എത്രയാണ് ആ ഭഗവാന്റെ പുഞ്ചിരിയുടെ മഹത്വം എന്ന് പറയാൻ സാധിക്കില്ല. ആ പുഞ്ചിരി മതി എന്നാണ്. അതാണ് ഉത്തരാദേവിയുടെ ദ്രൗപദിയുടെ ഒക്കെ ദുഃഖത്തെ പരിപൂർണമായിട്ടും തീർക്കുന്നതായിട്ടുള്ള ആ പുഞ്ചിരി. അവന്തത് അഖില ലോക തീവ്രശോകാശ്രുസാഗര വിശോഷണം, അല്ലേ? എത്ര കരഞ്ഞ് 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 അശ്രുസാഗരം, അല്ലെ, വലിയ സമുദ്രം പോലെ കിടക്കുകയാണ് ആ കണ്ണുനീര്. ദുഃഖത്തിൻ്റെതായിട്ടുള്ള കണ്ണുനീര് കൊണ്ടൊരു വലിയ സമുദ്രമുണ്ടെങ്കിൽ ആ സമുദ്രത്തെ പോലും ഒരു നിമിഷം കൊണ്ട്, അല്ലെ, വറ്റിക്കുന്നതാണ് ശോക അശ്രുസാഗര വിശോഷണം അത്യുദാരം. ആ ഭഗവാന്റെ പുഞ്ചിരി അത് മാത്രം മതി എന്നാണ് നമുക്കും എപ്പോഴും കാണാൻ സാധിക്കേണ്ടത്. അതാണ്, അല്ലെ? ശ്രീ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരിക്കലും മായാത്തതായിട്ടുള്ള പുഞ്ചിരി ആ മുഖത്ത് തന്നെ കാണാം. അത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഓടി ചെല്ലണത്, അല്ലെ? എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര വൈശാഖ മാസമാണെങ്കിലും, അല്ലെ, എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ആളുകൾ ഓടി ഓടി എവിടെ എത്തും? ശ്രീ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക്. എന്താ അത്? ആ പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ടാ, അല്ലെ? എത്ര മനോഹരമായിട്ടാണ് നമ്മളെ പുഞ്ചിരിച്ചുകൊണ്ട് എത്ര 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 ദുഃഖങ്ങളോടുകൂടി വരുന്നവർക്കും ആ ദുഃഖങ്ങൾ അങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ആ, അല്ലെ, മുഖത്ത് കാണുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള പുഞ്ചിരി കണ്ട് ആ ദുഃഖങ്ങളെ മുഴുവൻ അവിടെ അങ്ങോട്ട് കഴുകി കളഞ്ഞിട്ടാണ് ഓരോ ഭക്തന്മാരും ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നിന്ന് എത്ര തവണ തൊഴുതാലും മതി വരാതെ വീണ്ടും 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 തൊഴുത് തൊഴുത് ആ ഭഗവാന്റെ ആ ആനന്ദത്തെ, ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള മുഖാരവിന്ദത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഹാസം ഹരേഹേ. ഇതാദ്യം വർണ്ണിച്ചത് ആരാന്ന് ചോദിച്ചാൽ വേദവ്യാസൻ തന്നെയാണ്. അതാണ് വേദവ്യാസ മഹർഷിയുടെ ദ്രൗപദിയോടും ഉത്തരാദേവിയോടും ഭഗവാൻ ചൊരിഞ്ഞതായിട്ടുള്ള ആ വാത്സല്യത്തിന്റെ പുഞ്ചിരി. അതേപോലെയാണ് ഉത്തരാദേവിയെ അനുഗ്രഹിച്ചുകൊണ്ട് ഓടിയെത്തുന്നു തൻ്റെ, അല്ലെ, അച്ഛമ്പങ്ങളായിട്ടുള്ള കുന്തിദേവിയുടെ അടുത്തേക്ക്.
ഓടിച്ചെന്നു. എല്ലാ തവണയും ഓടിച്ചെല്ലുന്ന സമയത്ത് കുന്തിദേവി കാത്തിരിക്കും, എപ്പോഴാ കൃഷ്ണൻ വരണേ, എപ്പോഴാ കൃഷ്ണൻ വരണേ അല്ലെ. ഇടയ്ക്കിടയ്ക്ക് നാമം ജപിച്ച് ഭഗവാന്റെ വരവും നോക്കിയിരിക്കുന്നതായിട്ടുള്ള കുന്തിദേവി. പക്ഷെ കുന്തിദേവിക്കുള്ളില് തനിക്കിപ്പോഴും ആ ഭഗവാനെ വേണ്ട പോലെ ഒന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു ദുഃഖം അതിങ്ങനെ ഉണ്ടെന്നാണ്. അത് ദുഃഖമുണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിലും നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ടോ വെച്ചാൽ അത് പറ്റണില്ല. കാരണം എന്താ, കുന്തിദേവിയാണ് ഭഗവാൻ ഓടിയാണ് വരുമ്പോഴേക്ക് കുന്തിദേവി ചെന്ന് കെട്ടിപ്പിടിക്കായി, ഭക്ഷണം കൊടുക്കായി, വർത്താനം പറയായി, പിന്നെ അങ്ങനെ അല്ലേ ചിരിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയല്, എല്ലാ ദുഃഖവും മറക്കല്, ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ നാളെ വരാം അല്ലെ എപ്പോ പോകുമ്പോൾ അങ്ങനെ പറയാം. കാരണം എപ്പോഴും കുന്തിദേവിക്ക് കണ്ടുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഭഗവാനെ കാണാൻ വേണ്ടി അല്ലേ പ്രാർത്ഥിക്കുന്നത് എന്താണ്? വിപദസന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ. എപ്പോഴും ഇങ്ങനെ കൃഷ്ണനെ കാണാൻ വേണ്ടി ദുരിതം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നും കൂടി സംശയമുണ്ടതാണ്. ആരും അങ്ങനെ പതിവൊന്നുമില്ല അല്ലേ. ദുരിതം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ആരെങ്കിലും? എനിക്ക് ഈടായിട്ട് കുറച്ച് ദുരിതം കുറവാണ്, കുറച്ചധികം ദുരിതം തരണേ ഈശ്വര എന്ന് പറഞ്ഞ ആരെങ്കിലും ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലേ. എന്നാ കുന്തിദേവി വിപദസന്തുന ശശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യൽസ്യാൽ. ദുരിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനെ എപ്പോഴും കാണണം, അതാണ് കുന്തിദേവിക്ക് ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ കുന്തിദേവി കാത്തിരിക്കും. തന്നെ കാത്തിരിക്കുന്നതായിട്ടുള്ള ആ തന്റെ അമ്മയെ പോലെ തന്നെ ഭഗവാൻ കാണുന്ന കുന്തിദേവി പിതൃ സഹോദരിയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് കുന്തിദേവിക്ക് അങ്ങടും ഭഗവാൻ എങ്ങടും എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ, ഭഗവാന് കുന്തിദേവി തന്റെ അമ്മയെ പോലെ തന്നെയാണ്. കുന്തിദേവിക്കോ തന്റെ 5 മക്കളേക്കാൾ കൂടുതൽ വാത്സല്യമാണ് ആരോട്? കൃഷ്ണനോട്. വേറൊന്നുമല്ല, അവനവന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ കൊണ്ട് തന്നെയാണ്. കുന്തിദേവിക്ക് അറിയാം തന്റെ 5 മക്കളും താനും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഹരേഭിരക്ഷിതാഹ അല്ലേ, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ 5 പേരും ഉണ്ടാവില്ല, താനും ഉണ്ടാവില്ല. അപ്പൊ നല്ലവണ്ണം ഇനി തന്റെ കുട്ടിക്കാലത്ത് കുന്തിദേവി തന്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആലോചിച്ച് പറയുകയാണെങ്കിൽ തന്റെ ജന്മത്തിലും അതെ എത്ര ദുരിതങ്ങളാണ് താൻ അനുഭവിച്ചിട്ടുള്ളത്. ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് താൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്, സംശയമില്ല. അപ്പൊ അങ്ങനെ എത്രയോ കാലങ്ങളിലെ അല്ലേ തന്റെ കുട്ടിക്കാലം മുതൽക്കുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഭഗവാന്റെ ആ അനുഗ്രഹത്തെ അറിഞ്ഞതായിട്ടുള്ള ആ കുന്തിദേവി എപ്പോഴും വിചാരിക്കും, ഇനി ഞാൻ കൃഷ്ണൻ വന്നാ ഒന്ന് നമസ്കരിക്കും, സംശയമില്ല. വീണ്ടും വരും, വീണ്ടും മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാപ്പിയൊക്കെ കുടിച്ചു പോകും, കുറെ വർത്താനം പറയും, കുറെ ചിരിക്കും, കുറെ എന്തെങ്കിലുമൊക്കെ പറയും, കഴിഞ്ഞു അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങായി നമസ്കരിക്കാൻ പറ്റിയില്ലല്ലോ. അത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വരെ എന്ത് വിചാരിക്കും, ഇനി കൃഷ്ണനെ ഞാൻ എന്തായാലും നമസ്കരിക്കും എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാലോ വീണ്ടും ഇങ്ങനെ. അവസാനം ഈ വരവ് അല്ലെ, ഇപ്പോ മഹാഭാരത യുദ്ധം കഴിഞ്ഞു, ഈ പല രംഗങ്ങളെ എത്ര രംഗങ്ങളാണല്ലേ. അതൊക്കെ കഴിഞ്ഞ് കുന്തിദേവിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. കുന്തിദേവി ഇന്ന് ഉറപ്പിച്ചു, ഇന്നിനി ഞാൻ ഇതുവരെ ഞാൻ തന്നെ എന്നെ പറ്റിച്ചുകൊണ്ട്, നല്ല കൃഷ്ണൻ പറ്റിച്ചു എന്നല്ല, ഞാൻ തന്നെ അല്ലെ സ്വമായ മായാജവനികാച്ഛന്നമജ്ഞാധോക്ഷജമവ്യയം, ഞാൻ തന്നെ എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിന്റെ ആ പ്രാരബ്ധത്തെ കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങനെ ഉണ്ടാവരുതെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് കുന്തിദേവി ഭഗവാൻ വന്ന ഉടൻ തന്നെ അന്ന് എന്ത് കഴിഞ്ഞു? നമസ്കരിക്കൽ കഴിഞ്ഞു. നമസ്യേ പുരുഷന്തു ആദ്യം, വേറൊരു വർത്തമാനം പറയില്ല എന്ന് ഉറപ്പിച്ചു. തന്നെയാണ് വേദവ്യാസനും തീർച്ചയാക്കിയത് കേട്ടോ. വേദവ്യാസൻ ആദ്യം തീർച്ചയാക്കിയത് എന്താണ്? ഇനി ഞാൻ വേറൊന്നും പറയില്ല. അതാണ് ഇപ്പൊ ഇതൊക്കെ പറയാൻ കാരണം. ഇനി ഞാൻ വേറൊന്നും പറയില്ല എന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേദവ്യാസന് തന്നെ അറിയാം. ഇത് തന്നെയാ അപ്പോ വേദവ്യാസൻ സത്യത്തിൽ കുന്തിദേവിയിലും ഉത്തരയിലും ദ്രൗപദിയിലും ഒക്കെ കാണുന്നത് തന്നെ കൂടിയാണ്. അല്ലാതെ അവരെ മാത്രമല്ല, അവരില് ഇത്രയും ഭക്തി ഉണ്ടെങ്കിൽ അല്ലേ അത് തന്നോടുണ്ട്. അപ്പൊ ഇതൊക്കെ വേദവ്യാസന്റെ ആ പ്രേമഭക്തി കൂടിയായിട്ട് നമ്മൾ കാണണം. ഇതിനു മുമ്പൊന്നും ഇത് പറയാൻ വേദവ്യാസന് സാധിച്ചിട്ടില്ല. അപ്പൊ കുന്തിദേവി പറഞ്ഞതുപോലെ ഇത്രയും കാലം എനിക്ക് നമസ്കരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് കുന്തിദേവി പറഞ്ഞ പോലെ വേദവ്യാസൻ അതിന്റെ കൂടെ പറയുന്നുണ്ട്. ഈ എഴുത്തിന്റെ പിന്നിലൊരു എഴുത്തുണ്ട് എന്ന് പറയും. എന്താ അല്ലേ? എല്ലാ എഴുത്തിനും ഉള്ളിൽ ഒരു എഴുത്തുണ്ട്.
എഴുതനാളുടെ ഒരു എഴുത്തുണ്ടല്ലോ അല്ലെ. ഈ പുസ്തകങ്ങളെ പറ്റി പറയാറുണ്ട്. പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞാൽ എഴുതനാളുടെ എഴുത്തും വായിക്കുന്ന ആളുടെ അല്ലെ ചിന്തയും രണ്ടു തരത്തിലാണ്. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെ. ഇവിടെ കുന്തിദേവി പറഞ്ഞ കാര്യം അതേപോലെ വേദവ്യാസം പറയാണ്. ഞാനും ഇതുപോലെ തന്നെയായിരുന്നു. എത്രയോ കാലം എന്തൊക്കെ പറഞ്ഞിരുന്നു അല്ലെ, എന്തൊക്കെ പറഞ്ഞു ശാസ്ത്രങ്ങള്, വേദം അല്ലെ, അത് ഇത് എത്ര പുരാണങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞിട്ടും ഞാനും ഈ കുന്തിദേവിയെ പോലെ ഒന്ന് ഭക്തിയോടുകൂടി ഭഗവാനെ നമസ്കരിക്കാൻ സാധിക്കാത്തവനാണ്. കാരണം എന്താ? എൻ്റെ ഉള്ളിൽ അതുണ്ടായിരുന്നില്ല. എന്ത്? ആ ഭഗവാനിലേക്കുള്ള ഭക്തി. അതെന്തുകൊണ്ടാ? എൻ്റെ തന്നെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള അഭിമാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും മായാബന്ധങ്ങളെ കൊണ്ട്. കാരണം വേദവ്യാസം തന്നെ ഉള്ളിൽ വിചാരിച്ചിരുന്നു താൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, താൻ വലിയ ജ്ഞാനിയാണ് അല്ലെ, തനിക്ക് അറിയാത്തതൊന്നുമില്ല, താനല്ല, ഞാൻ വേണം എല്ലാ ലോകത്തിനും പറഞ്ഞു കൊടുക്കാൻ. അവസാനം ദുഃഖിക്കുന്ന സമയത്ത് ഇതൊക്കെ വെറുതെ ആയല്ലോ എന്ന് ചിന്തിക്കുമ്പോ നാരദ മഹർഷിയുടെ മറുപടി കിട്ടിയപ്പോഴാണ് ശരിയാണ്, എന്താ അതിന് കാരണം, എന്താണ് താൻ ഇങ്ങനെ ദുഃഖിക്കാൻ കാരണം ചോദിച്ചപ്പോ അതാണ് കുന്തിദേവിയുടെ വാക്കുകളിലൂടെ മായാജവനികാച്ഛന്നം. അതിപ്പോ വേദവ്യാസന്റെ അല്ലെ, കുന്തിദേവിയുടെ മാത്രല്ല, ആരുടെയാണ്? വേദവ്യാസന്റെ ഉള്ളില് ആ മായയാകുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു. അതിനെ വേദവ്യാസ മഹർഷി തന്നെ ശ്രീകൃഷ്ണ ഭക്തി കൊണ്ടാണ് തരണം ചെയ്ത് ഇനി ഞാൻ ഭഗവാനെ മാത്രമേ പറയൂ, ഭഗവാനെ പറ്റി മാത്രമേ പറയൂ എന്ന് ഉറപ്പിച്ചതുപോലെ ഇവിടെ കുന്തിദേവിയെ ഒരു കഥാപാത്രമായി കൊണ്ട് നമുക്കിതാ കാണിക്കണു. ഇനി ഞാൻ കൃഷ്ണനെ നമസ്കരിക്കുക മാത്രമേ ചെയ്യുള്ളൂ, ഇനി മറ്റൊന്നും ഞാൻ പറയില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ എന്തായി? അപ്പൊ ലോക വിഷയങ്ങളായി അല്ലെ, അതായി ഇതായി അല്ലെ, പല പ്രശ്നങ്ങളായി, അതിൻ്റെ ഇടയ്ക്ക് നാട്ട് കാര്യങ്ങളായി, കുടുംബകാര്യങ്ങളായി, ഇങ്ങനെ എന്തൊക്കെയാ വർത്താനം പറയാനുള്ളത്. എന്ന് കൃഷ്ണനെ കണ്ടാൽ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് കുന്തിദേവി നമസ്യേ പുരുഷം ദ്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാമന്തർബഹിരവസ്ഥിതം. കുന്തിദേവി ആ ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളെ ആദ്യം തന്നെ വീണങ്ങട് നമസ്കരിക്കുകയാണ്. കുന്തിദേവി പറഞ്ഞു, എനിക്കിപ്പോഴാണ് ഭഗവാനെ ഒന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നത്. ഇതുവരെ പലതരത്തിലുള്ള അജ്ഞാനങ്ങളെ കൊണ്ടും ഇനി അറിഞ്ഞിട്ടും അറിയാതെ, അങ്ങനെ ഉണ്ടല്ലോ, ഭഗവാനാണെന്ന് അറിയാം, ഇതിപ്പോ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനാണ് തൻ്റെ സഹോദരപുത്രനായിക്കൊണ്ട് ഇവിടെ ദ്വാപരയുഗാവസാനത്തിൽ അവതരിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ മുഴുവൻ ദുഃഖം തീർക്കാൻ, വസുദേവ ദേവകിമാരുടെ ദുഃഖം തീർക്കാൻ, പ്രത്യേകിച്ചും എന്റെയും കുട്ടികളുടെയും ഒക്കെ തന്നെ എല്ലാവരുടെയും ദുഃഖങ്ങളെ തീർക്കാൻ വേണ്ടി അവതരിച്ചവനാണ് ഈ ഉണ്ണി. സാക്ഷാൽ പരമപുരുഷൻ തന്നെയാണ് എന്നറിഞ്ഞിട്ടും തനിക്ക് ഇതുവരെയും നമസ്കരിക്കാൻ സാധിക്കാഞ്ഞത് അതൊരു വലിയ കുറവായിട്ട് തന്നെയാണ് കുന്തിദേവി തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ മഹാപുരുഷനായിരിക്കുന്ന ഭഗവാനെ നമസ്കരിക്കണം. അന്തർബഹിരവസ്ഥിതം ഇല്ലേ, എല്ലാ ഭൂതജാലങ്ങളിലും അകത്തും പുറത്തും ഒരേപോലെ വർത്തിക്കുന്നവനാണ് കൃഷ്ണൻ. ആ കൃഷ്ണനെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ. അതുപോലെ ആർക്കാണ് ഭഗവാനെ വേണ്ട പോലെ തിരിച്ചറിയാൻ സാധിക്കുക? അപ്പോ എനിക്ക് നമസ്കരിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് എൻ്റെ മാത്രം കുഴപ്പമില്ല, പിന്നെയോ ഈ ലോകത്തില് ഈ ലോക വിഷയങ്ങളിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അവസ്ഥയാണത് അല്ലെ. ഭഗവാനെ ഇപ്പൊ നമ്മള് ഭഗവാന്റെ അടുത്തേക്ക് വരണു, ഭഗവാനെ കാണണു, നമസ്കരിക്കണു. മിക്കവാറും ഭഗവാന്റെ അടുത്ത് വരുമ്പോഴൊക്കെ നമ്മൾ അതുവരെ ചിന്തിക്കാത്തതായിട്ടുള്ള ചില ചിന്തകളും പ്രശ്നങ്ങളും വരെ നമ്മുടെ ഉള്ളില് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. ഭഗവാനോട് ഇതൊക്കെ പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനോടൊന്നും പറയേണ്ടതില്ല. എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല, നമ്മൾ തന്നെ പറയാറുണ്ട് അല്ലേ. എല്ലാം അറിയണ ആളാ ഭഗവാൻ. എന്നാൽ തന്നെ നമ്മളെ എല്ലാ അമ്പലത്തിന്റെ മുമ്പിലും ചെന്ന് എന്തൊക്കെ പറയണ്ടല്ലേ, എന്തൊക്കെ അത് സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ തീർത്തു തരണേ. ഇനിയിപ്പൊ എന്റെ പ്രശ്നങ്ങൾ തീർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ മക്കളുടെ പ്രശ്നം തീർത്തു തരണേ. അത് ശരി, അതിനേക്കാളും അപകടമാണ്. കാരണം എന്താ അല്ലേ, എന്റെ പ്രശ്നം തീർത്തില്ലെങ്കിലും എന്റെ മക്കളുടെ പ്രശ്നങ്ങൾ തീർത്തു തരണേ. ആരോട്? ഭഗവാനോടോ? ഇതൊന്നും ഭഗവാൻ അറിയില്ലേ. അതാണ് കുന്തിദേവി അതാ പറയണത്, മായാജപനികാച്ഛന്നമജ്ഞാധോക്ഷജം അല്ലെ. നമ്മളെക്കാൾ അറിയുന്ന ആളാ ഭഗവാൻ, അത് സംശയിക്കണ്ട. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മള് ചിന്തിക്കുന്നതിനും അറിയുന്നതിനും ഒക്കെ മുമ്പേ എല്ലാം അറിഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഭഗവാനുണ്ട്. ആ ഭഗവാനെ ഒന്നറിയേ വേണ്ടൂ, പക്ഷെ അത് സാധിക്കുന്നില്ല. കുന്തിദേവി പറയുന്നുണ്ട്, ഇത് സാധിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. അതാരാ? തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം അല്ലേ.
ശുദ്ധന്മാരായിരിക്കുന്ന പരമഹംസന്മാര് അവർക്ക് എന്ത് സാധിക്കും? അവർക്ക് ഈ പറഞ്ഞതൊക്കെ സാധിക്കും അല്ലേ? ആരാ ഭഗവാൻ? പരമപുരുഷൻ. അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല, വേറെ ഒന്നും ഇല്ലല്ലോ. ഈ പ്രപഞ്ചം തന്നെ ഇല്ല, പിന്നെ അപ്പൊ വേറെ പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. എപ്പോഴും ആ സച്ചിദാനന്ദത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക, അത് മാത്രമാണ് എന്താ പരമഹംസന്മാർക്ക്. അമലാത്മന, കാരണം എന്താ? അവരെ അമലാത്മാക്കളാണ്. എന്തെന്നില്ലാത്ത പരിശുദ്ധി ഉള്ളിൽ നിറഞ്ഞവരാ. ഒരു ലേശം പോലും അവരുടെ ഉള്ളില് കാമം, ക്രോധ, ലോഭ, മോഹ, മത മത്സര്യാദികളൊന്നും ലവലേശമില്ല. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം ഇതൊന്നും അവർക്ക് ബാധകല്ല. എല്ലാത്തിനും അതീതന്മാരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഭഗവാനെ അറിയാനും നമസ്കരിക്കാനും ഒക്കെ വളരെ എളുപ്പമായിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ? കുന്തിദേവി അതാ പറയണത്, തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേ മഹിസ്ത്രീയ. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാ കൃഷ്ണനെ ഭക്തിയോടുകൂടി നമസ്കരിക്കാൻ പറ്റുക? എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കൃഷ്ണനെ ഭക്തിയോടുകൂടി നമസ്കരിക്കണം. അപ്പോ ഭക്തിയോടുകൂടി നമസ്കരിക്കണം എന്ന് വിചാരിച്ച് നമസ്കരിക്കാൻ പുറപ്പെട്ടതിന് ആദ്യം എന്താ വന്നറിയോ? നമസ്യേ പുരുഷന്വാദ്യം ഈശ്വരം അല്ലേ? ഭക്തിയോടുകൂടി നമസ്കരിക്കുക വേണ്ടി ഒന്നും പറയാണ്ട് അപ്പോഴേക്ക് പറയാൻ തുടങ്ങിയത് എന്താണ്? നമസ്തേ പുരുഷന്വാദ്യം ഈശ്വരം പ്രകൃതേപരം അല്ലേ? പരമപുരുഷനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. എനിക്കിതൊന്നും വേണ്ട, എന്തു മതി. അതാണ് ആ ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചതോടുകൂടി ആ കുന്തിദേവിയുടെ വാക്കുകള് അവിടെ മാറി. അതെന്താ? കൃഷ്ണായ വാസുദേവായ അല്ലേ? നാമം ജപിച്ചാ മതി. എന്റെ ഉണ്ണിയായിട്ടുള്ള കൃഷ്ണനെ ഞാൻ നമസ്കരിക്കട്ടെ. എന്റെ ഉണ്ണിയായിക്കൊണ്ട് വസുദേവനന്ദനായിക്കൊണ്ടും സർവചരാചരങ്ങൾക്കും ആശ്രയമായിക്കൊണ്ടുമുള്ള ഭഗവാനെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ. ദേവകി നന്ദനായിക്കൊണ്ട്, യശോദാനന്ദന്മാരുടെ ഉണ്ണിയായിക്കൊണ്ട്, ഗോപി ഗോപാലന്മാരുടെ ഉണ്ണിയായിക്കൊണ്ട്, പശുക്കൾക്കും പൈക്കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് ഇതാ ലോകത്തെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഗോവിന്ദനായിട്ടുള്ള ഭഗവാന് നമസ്കാരം. ഇതാ നാമങ്ങൾ ഓരോന്നും ജപിക്കാൻ തുടങ്ങി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയെ. ആ താമരക്കണ്ണന്റെ അല്ലേ, ആ താമരപ്പൂ പോലെയുള്ള കൈകളെ കൊണ്ട്, താമരപ്പൂ പോലെയുള്ള പാദങ്ങളെ കൊണ്ട്, താമരപ്പൂ പോലെയുള്ള കണ്ണുകളെ ആയിട്ട് ഇങ്ങനെ ഇതാ എല്ലാ മനോഹാരിതയും ചേർത്തിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ശ്രീപാദങ്ങളെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്നിങ്ങനെ ആ നാമങ്ങൾ ഇങ്ങനെ ജപിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുന്തിദേവിക്ക് വളരെ സന്തോഷമായി. കാരണം തനിക്കും ഭക്തിയോടുകൂടി അല്ലെങ്കിൽ ആ കൃഷ്ണന്റെ കാരുണ്യത്തെ കൊണ്ട് തനിക്കും ആ ഭഗവാനെ ഒന്ന് നമസ്കരിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇതുവരെ തനിക്ക് സാധിക്കാത്തത് അതിപ്പോ തന്റെ കേമത്തല്ല, പിന്നെന്താണ്? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്കിപ്പോ ആ പാദങ്ങളിൽ ഒന്ന് നമസ്കരിക്കാൻ സാധിച്ചു. സന്തോഷായി. ഇനി മറ്റൊന്നും വേണ്ട. അതാണ് കുന്തിദേവിക്ക് ഇനി ഒന്നും ചോദിക്കാനൊന്നുമില്ല. പറയാനുള്ളത് പറഞ്ഞു. എന്താണ്? വിഷാൻ മഹാത്മേ പുരുഷാദ ദർശനാൽ അസൽ സഭായ വനവാസരശ്രത മൃതേ ഏനേക മഹാരഥശ്രതോ ദ്രൗണ്യസ്ത്രദശാസ്മ ഹരേഭിരക്ഷിത. അല്ലെ, ഏതൊക്കെ തരത്തിലാണ് എന്നെയും കുട്ടികളെയും ലോകത്തെയും ഒക്കെ ഭഗവാൻ അനുഗ്രഹിച്ചത്. അതിങ്ങനെ പറഞ്ഞ് ഇതിലൊക്കെ എത്രയാണ് സന്തോഷമായത്. കൃഷ്ണന്റെ ആ കാരുണ്യത്തില് വാത്സല്യത്തില് ഞങ്ങൾക്ക് എത്രയാ സന്തോഷമായതെന്ന് കണക്കില്ല കൃഷ്ണ. ഈ സന്തോഷം എത്രയാന്ന് പറയാൻ വാക്കുകളെ കൊണ്ട് സാധിക്കണില്ല. എനിക്കിപ്പോ ഇങ്ങനെ ഇപ്പൊ സന്തോഷം എന്ന് പറയുമ്പോ ഈ ലോകത്തിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് സന്തോഷമുണ്ടോ എന്നാ അപ്പം എന്തുണ്ടാവും അല്ലേ? കുറച്ച് സന്തോഷിച്ചാൽ അതിന്റെ ഇരട്ടി ദുഃഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുന്തിദേവി എങ്ങനെ ചിന്തിക്കുക, ഞാൻ ഇപ്പതാ ഈ നിമിഷത്തില് അല്ലേ കൃഷ്ണൻ വന്നു, കൃഷ്ണനെ നമസ്കരിച്ചു, കൃഷ്ണന്റെ ആ പുഞ്ചിരി കണ്ടു, കൃഷ്ണായ വാസുദേവായ എന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ സാധിച്ചു. അപ്പോഴേക്ക് കുന്തിദേവിയുടെ ഉള്ളിലൊരു സംശയം, ഇനിയിപ്പോ ഇപ്പോ അനുഗ്രഹിച്ചതൊക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റാണ്ടേ പോവോ? കാരണം ഇപ്പൊ എല്ലാം സന്തോഷമായി എന്നുള്ള അവസ്ഥയിലാണല്ലോ ഇരിക്കുന്നത്. കുന്തിദേവിക്ക് അറിയാം ഈ സന്തോഷമായി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ വരണത് എന്താ വെച്ചാൽ അഹങ്കാരമൊക്കെയാണ് അല്ലെ? ജന്മ ഐശ്വര്യ ശ്രുതശ്രീഭി ഏതമാന മതമാൻ. സന്തോഷമായി സുഖമായി എന്ന് പറഞ്ഞ് ഗെയിൻ മൊത്തം കുറച്ച്
അല്ലേ കുറച്ച് സന്തോഷമായി സുഖമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ തുടങ്ങുകയായി എന്ത് ഇതാ താൻ വലിയ സുഖമായിട്ടായിരിക്കുന്നത്, എൻ്റെ സുഖത്തിന് കാരണം അതാണ് ഇതാണ് അല്ലേ. ജന്മ ഐശ്വര്യ ശ്രുത ശ്രീഭിരേധമാനം അധ പുമാൻ. അഹങ്കാരം ഇങ്ങനെ വർദ്ധിച്ച് വരാൻ തുടങ്ങുന്നു അല്ലേ. അഹങ്കാരം അങ്ങനെ വർദ്ധിച്ചു വന്ന് അവസാനം എന്തുണ്ടാവും, ഇപ്പൊ കണ്ട ആ ഒരു സന്തോഷം കൂടിയും നഷ്ടപ്പെടാൻ കാരണമായിട്ട് തീരും. ഉള്ളിൽ നല്ലോണം ഉറപ്പിച്ചിട്ടാണ് എന്തു പറഞ്ഞത്, വിപദസ്തന്തു നശ്വൽ. കൃഷ്ണ എനിക്കിങ്ങനെ സന്തോഷം വേണമെന്നൊന്നുമില്ല, പിന്നെന്താണ് പറ്റുച്ചാൽ എപ്പോഴും ഇനി അതെ ദുഃഖിക്കാനുള്ള വഴി അതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണ്, വേറൊന്നുമല്ല, ദുഃഖം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴാണ് നാമം ജപിക്കാനായിട്ട് അല്ലേ തോന്നുക. ദുഃഖിക്കുന്നു, ആ ദുഃഖം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നല്ലവണ്ണം വന്ന് തറയ്ക്കുമ്പോ ഉറക്ക കൃഷ്ണ എന്ന് വിളിക്കൂലോ, നാരായണ കൃഷ്ണ ഗോവിന്ദ എന്നിങ്ങനെ വിളിക്കും. ആ വിളി കേൾക്കുന്നതോടുകൂടി ഓടി വരും ചെയ്യും. അത് എവിടെയാണെങ്കിലും അതേതാണ് അല്ലെ. എവിടെ വിളി പൊങ്ങുന്നു അവിടെ ഭഗവാൻ വരും. എവിടുന്നാണോ ആരാ വിളിക്കണേന്ന് പോലും നോക്കാതെ സ്ട്രെയിൻ വരണോ അല്ലേ, എവിടുന്നാ വിളിക്കണേന്ന് അവിടേക്ക് ഓടിയെത്തുന്നതാണ്, ഒരു നിമിഷം പോലും വേണ്ടതാണ് അല്ലേ. ആദ്യം തന്നെ പ്രഥമസ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയലുണ്ടായി, ആ നാമം ഒന്ന് ജപിച്ചാൽ മതി, ആ നാമം ജപിക്കുമ്പോഴേക്ക് ആ നിമിഷത്തിൽ ഓടി വരിക എന്നാണ്. എന്നാമ അല്ലേ കീർത്തനാഥ്, ആ നാമം ഒന്ന് അങ്ങോട്ട് ജപിക്കുമ്പോഴേക്ക് എവിടെയുണ്ടെങ്കിലും അവിടുന്ന് ഓടി വന്ന് അനുഗ്രഹിക്കുകയും, എവിടെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴേക്ക് ഓടി വന്ന് അനുഗ്രഹിക്കാൻ കൃഷ്ണൻ കൂടെയുണ്ട് എന്നുള്ള അനുഭവത്തെ നൽകാൻ എനിക്കിപ്പോ കാരണമാവുന്നുണ്ടെങ്കിൽ, ഇത് എപ്പോഴും ഞാൻ സുഖമാണ് അനുഭവിക്കുന്നതെങ്കിൽ പലപ്പോഴും എന്തുണ്ടാവും, അത് നഷ്ടപ്പെടുകയും ചെയ്യും. ഞാൻ ചിലപ്പോൾ നാമം ജപിച്ചില്ല എന്ന് വരും, മറ്റ് അഭിമാനങ്ങളിലേക്കൊക്കെ ചെന്ന് വീഴുവോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള അവസ്ഥകൾ വേണ്ട. എനിക്ക് എന്തു മതി, ആപത്തുകളായിക്കോട്ടെ, ഇനിയും ആപത്തുകൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാവാൻ അതിനൊന്ന് അനുഗ്രഹിക്കൂ. അതെന്താ, അപുനർഭവ ദർശനം ഭവതോ ദർശനം യൽ സ്യാത്. എനിക്ക് കൃഷ്ണനെ എന്നെ കണ്ടുകൊണ്ടിരിക്കാലോ. കൃഷ്ണനെ കാണുക, കൃഷ്ണനെ കണ്ടുകൊണ്ട് കൃഷ്ണനിൽ ഇങ്ങനെ ചേർന്നിരിക്കാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഇല്ല. അപ്പോ മറ്റൊന്നും എനിക്ക് വേണ്ട, എപ്പോഴും കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതിനെന്നെ അനുഗ്രഹിക്കാൻ, അത് പാപത്തുകളെ കൊണ്ടോ ഏത് രീതിയിലായാലും അതിനുള്ളൊരു വഴി ഇതാ എനിക്ക് ഒന്ന് കാണിച്ചു തരൂ. എനിക്ക് ഭയമാണ്, കാരണം ഒരു നിമിഷം പോലും കൃഷ്ണനെ മറന്നിരിക്കേണ്ടി വരുമോ, കൃഷ്ണനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വെറും ദുഃഖം മാത്രമല്ല അല്ലേ, തനിക്കിപ്പോ ഇതൊക്കെ നഷ്ടപ്പെടുമോ, ഭഗവാൻ കൂടെയുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും തരുന്നുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ ഇത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അതെൻ്റെ ഉള്ളിലുണ്ട്. ആ ഭയം ഒന്ന് നീക്കാൻ എനിക്കൊരു ഉറപ്പ് തരണം. അതെന്താണ്, എനിക്ക് എപ്പോഴും കൃഷ്ണനെ കാണാൻ ഉള്ള അനുഗ്രഹം. അതാദ്യം ഈ ആപത്തിന്റെ അല്ലെ വിപദസ്തന്തു എന്ന് പറഞ്ഞ് ചെയ്യലുണ്ടായി. പിന്നെ അങ്ങനെ കുന്തിദേവി ആലോചിക്കുമ്പോഴാണ്, ഇപ്പൊ ഞാനീ പറഞ്ഞത് ശരിയാണോ, എന്ത് അല്ല ആപത്തുണ്ടാവണേ എന്നൊക്കെ കൃഷ്ണനോട് പറയാൻ പറ്റുമോ? കാരണം കൃഷ്ണൻ അല്ലേ ഓരോ അവതാരങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ലോകത്തിന്റെ ദുഃഖം മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോ അവതാരങ്ങളും എടുത്ത് ലോകത്തിന്റെ ദുഃഖം മുഴുവൻ തീർത്ത് എത്രയോ അവതാരങ്ങള് സ്വീകരിച്ച ഭഗവാനോട് വന്നു പറയാ വീണ്ടും ദുഃഖം ഉണ്ടാവണേന്ന്. അങ്ങനെ പറഞ്ഞപ്പോ ശരിയാവോ എന്നൊരു ചിന്ത കുന്തിദേവിക്ക്. അപ്പോ താൻ ദുഃഖത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതാണോ എന്ന് തോന്നുമോ, അതോ ഇനിയിപ്പോ ഭഗവാന് തന്നെ തോന്നും ഞാൻ ഇങ്ങനെയൊക്കെ അവതരിച്ച് എല്ലാവരുടെയും ദുഃഖം തീർത്തിട്ട് വീണ്ടും ഇങ്ങനെ അല്ലേ വീണ്ടും ദുഃഖം മറ്റുള്ളവർക്ക് ഉണ്ടാവുണ്ടോ എന്നൊരു ചിന്ത കൃഷ്ണൻ ഉണ്ടെങ്കിൽ, അതുകൊണ്ടല്ല പിന്നെന്താണ് അല്ലേ, അതുകൊണ്ടല്ല എനിക്ക് ദുഃഖം വേണമെന്ന് ഞാൻ പറഞ്ഞത്, എനിക്കെപ്പോഴും കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ദുഃഖം തന്നില്ല, ദുഃഖത്തെ കൊണ്ടല്ലെങ്കിൽ അടുത്ത വഴിയാണല്ലോ കുന്തിദേവി പറയണത്. ഓരോരുത്തരെയും ഓരോ തരത്തിലാണല്ലോ ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. ഇപ്പോ യശോദാദേവി, ഈ യശോദയ്ക്ക് വളരെ കുറച്ചു കാലാണ് കൃഷ്ണനെ കയ്യിൽ കിട്ടിയത്, ഒരു 10-12 കൊല്ലം അല്ലേ. അതിനിടയ്ക്ക് എന്തൊക്കെയാ ഉണ്ടായിട്ടുള്ളത്, കൃഷ്ണൻ എന്തൊക്കെ വികൃതിയാ കാണിച്ചത് അല്ലേ. എല്ലായിടത്തും പോയി പല തരത്തിലുള്ള മോഷണമായിട്ടും അതും ഇതൊക്കെ ചെയ്തു. അവസാനം യശോദയുടെ മുമ്പിൽ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു വികൃതി അല്ലെ. ഒരു ദിവസം സകല പാത്രങ്ങളും അടിച്ചങ്ങോട്ട് പൊട്ടിച്ച് പാലും വെണ്ണയും തൈരും ഒക്കെ അങ്ങോട്ട് ഒഴുക്കി വെണ്ണയൊക്കെ തലയിൽ വെച്ച്
ഇരട്ടത്ത് എവിടെയും കാണാത്തൊരു സ്ഥലത്ത് പോയി ഇരുന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. എന്തേ ഉണ്ടായിട്ടുള്ളൂ? പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞ് ഒന്ന് നിലത്ത് വെച്ച് അടുക്കളയിൽ തിളച്ചു പോണ പാൽ ഒന്നങ്ങോട്ട് വാങ്ങി വെക്കാൻ. അത് കഴിഞ്ഞാണ് തിരിച്ചു വന്നപ്പോഴേക്ക് ശുണ്ടി എടുത്ത എന്തൊക്കെയാ അവിടെ കാട്ടിയതല്ലേ ഒരു കണക്കില്ല. എന്തൊരു ഇങ്ങനെ ഉണ്ടോ കുട്ടികൾക്ക് ശുണ്ടി? അതെന്താ? അത് ഇഷ്ടപ്പെട്ടില്ല, അതാണ് കാര്യം. എന്നെ അമ്മ മടിയിൽ വെച്ച് പാല് തന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ അങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അതങ്ങോട്ട് ഇല്ലാണ്ടേക്ക് പോവുക. എനിക്ക് സമ്മതമല്ല. അപ്പൊ ആ സമ്മതമല്ലായ എങ്ങനെ കാണിച്ചു? അവിടെ കിടന്നൊരു കല്ലെടുത്ത് സകല പാത്രങ്ങളും തല്ലി അങ്ങോട്ട് പൊട്ടിച്ച്, എന്തായാലും ഇപ്പൊ അമ്മ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്റെ വികൃതി കാണാന്ന്. നന്ന് പരമാവധി വികൃതിയാണ് കണ്ടോട്ടെ വിചാരിച്ച് അവിടെയുള്ള സകലതും തല്ലി പൊട്ടിച്ച് നശിപ്പിച്ച് അമ്മ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചതായിട്ടുള്ള ഹയ്യങ്കവം ചൗര്യവിശങ്കിതേ ക്ഷണം അല്ലേ, എത്രയോ കാലങ്ങളായിട്ട് അല്ലേ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള വസ്തുക്കളൊക്കെ നശിപ്പിച്ചുകൊണ്ടും ആ വെണ്ണയൊക്കെ എടുത്തുകൊണ്ടും ഓടിപ്പോയി. അവസാനം തെരഞ്ഞു നടക്കുമ്പോഴോ എവിടെയും കാണുന്നില്ല. എവിടെയോ കുറെ കഴിഞ്ഞിട്ട് അത്ര ഒരപ്പരയുടെ മൂലക്കില് പോയിട്ട് അല്ലേ അവിടെ അങ്ങനെ ഇരുന്ന് വെണ്ണ തിന്നുകൊണ്ടിരിക്കുക. യശോദ എടുത്തു വടി എന്ന് പറഞ്ഞാൽ ഒരു മയിൽപീലിയൊക്കെയാണ് കേട്ടോ, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു മയിൽപീലി ഇങ്ങോട്ട് എടുത്തു വടിയായിട്ട്, ഒരു നൂല് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ? കെട്ടിടാനത്ര. അങ്ങനെ ഇന്നലെ രാത്രി തീരുമാനിച്ചിട്ടുണ്ട്, ഇനി വികൃതി കാണിച്ച ഇവനെ ഞാൻ കെട്ടിയിടുന്നു, സംശയമില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ഒരു കയ്യിലൊരു ചെറിയൊരു ചരടുണ്ട്, ഒരു മയിൽപീലി ഉണ്ട്. ഇപ്പൊ കാണിച്ചു തരാൻ തന്നെ എന്ന് പറഞ്ഞ് യശോദ ഒരു ചാട്ടം അടുത്തേക്കാണ് ചാടിയപ്പോഴേക്ക് ഇയാൾ ഓട്ടം തുടങ്ങിയതാണ്. എന്തെന്നില്ലാത്ത വേഗതയിൽ പിരി എന്ന് ഓടി. ഇതാര് കാണേണ്ടത്രേ? അന്ന് കുന്തിദേവി അവിടെ ഉണ്ട്. അതാ കുന്തിദേവി പറയണത്, ഗോപ്യാദതേ ത്വൈകൃതാഗസിതാമതാവർ യാദേദശ അശ്രുകലിൽ അഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ. എന്നിട്ട് ഇങ്ങനെ ഓടി അവസാനം യശോദക്കുണ്ടോ പിടിക്കാൻ കിട്ടുന്നു? ഇതിങ്ങനെ ഓടി ഏത് കൂടെയൊക്കെ ഓടണേ എന്നുള്ളതിന് കണക്കില്ല. യശോദയ്ക്ക് വെച്ചാൽ വഴി പോലും അറിയില്ല ഓടാള്. ഈ വഴി അറിയാച്ചാൽ ഓടാൻ പറ്റണേ നല്ല തടി. അവസാനം യശോദ ഒരു ഭാഗത്ത് ഇരിപ്പായി, അയ്യോ എന്നെ കൊണ്ട് വയ്യേന്ന് പറഞ്ഞുകൊണ്ട് ആകെ ക്ഷീണിച്ച് ശ്വാസമൊക്കെ ഇരിക്കണതിന്റെ ഇടയിൽ കൂടെ ഒന്നും അറിയാത്ത പോലെ എവിടുന്നോ ചാടിയാണ് വന്ന് നേരെ മടിയിലേക്ക്. അയ്യോ എന്നെ അമ്മ പിടിച്ചു എന്ന് അങ്ങോട്ട് ചെന്ന് ചാടിയിട്ടെ. അല്ലങ്ങണ്ടോ പിടിക്കാൻ കിട്ടും? ഒരാളും പിടിച്ചിട്ട് ഒതുങ്ങാത്ത സാധനത്തിനെ പിടിക്കാൻ കിട്ടുമോ? അതുപോലെ അങ്ങടാണ് ചെന്ന് അമ്മയുടെ മടിയിലേക്കാണ് ചാടി ചെന്നിട്ട് ഉറക്ക നിലവിളിച്ചു അത്ര, എന്ത് അമ്മ എന്നെ പിടിച്ചു. അപ്പോഴാണ് ആൾക്കാർ അറിയണത് യശോദ പിടിച്ചു. അതുവരെ ആൾക്കാർ യശോദയെ കളിയാക്കി കൊണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്നാണ് യശോദനെ നോക്കുമ്പോ തന്റെ കയ്യില് എന്നാ ഇനി തന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് നേരെ യശോദ എവിടേക്ക് കൊണ്ടുപോയി? ആ ഉരൽപ്പരയിലേക്ക് കൊണ്ടുപോയി ഉരലിനോട് ചേർത്ത് കെട്ടിടാൻ നോക്കുക. കുന്തിദേവി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാനും വിചാരിച്ചത് അങ്ങനെയാണ്. എന്ത്? യശോദ പിടിച്ചു എന്നാ വിചാരിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഈ രണ്ടും കൂടി ശരിയാവണില്ലല്ലോ. യശോദ ഒരുത്തിയിൽ ഇങ്ങനെ അയ്യോ വയ്യേ എന്ന് പറഞ്ഞിരിക്കണതും കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ എന്നെ യശോദ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലാ കേട്ടത്. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഉണ്ടായത് ശരിക്കും യശോദ കൃഷ്ണനെ പിടിച്ചതാണോ, കൃഷ്ണൻ വന്ന് യശോദയ്ക്ക് പിടി കൊടുത്തതാണോ? കുന്തിദേവിക്ക് ഇപ്പോഴാണ് തീർച്ചയായത് എന്ത് അത് പിടി കൊടുത്തു തന്നെയാ, അല്ലാതെ ഒന്നും സാമാം വിമോഹയതി ഭീരഭിയത് ബിഭേദി. എന്നിട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോഴേക്ക് യശോദ പിടിച്ചു എന്നങ്ങട് പറഞ്ഞപ്പോഴേക്ക് അവൾക്ക് വല്ലാത്ത ഭയം, എന്തൊന്നില്ലാത്ത ഭയം. ഇതുവരെ ലോകത്തിൽ ഇങ്ങനൊരു പേടിയുള്ള ആളെ കണ്ടിട്ടില്ല എന്നാണ്. യശോദ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയി ഉരലിൽ പിടിച്ച് കെട്ടിടാനായിട്ട് നോക്കണു. ഉരൽമ ചേർത്ത് നിർത്തി. കയറ് തന്റെ കയ്യിലുണ്ടല്ലോ, ഒരു കയറ് പിടിച്ചിട്ടുണ്ട്, ഇന്നലെ തീരുമാനിച്ചു ഉറച്ചിട്ടുണ്ടേ. അതുകൊണ്ട് കെട്ടിടാൻ നോക്കുകയാണ്. എന്താ ആ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടാൻ നോക്കണു. അങ്ങേയറ്റം നല്ലോണം മുറുക്കി ഇന്ന് അനങ്ങരുത്. ഇവിടുന്ന് ഈ ഒരലുമ്പിലല്ലേ വിളിച്ചാൻ വരുന്നത്, ഇന്ന് അനങ്ങണ്ട, അവിടെ നിൽക്കുക, വെണ്ണയും പാലും ഒക്കെ ദിമ്മ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് നീയും ഇവിടെ തന്നെ കിടന്നോ. അപ്പൊ കുറെ വെണ്ണ ഇവിടെ ഉണ്ട് അത്രേ, ആ ഉരലിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇന്നത്തെ ഭക്ഷണമൊക്കെ ഇതേ ഉള്ളൂ, ഇന്ന് തോണ്ടി കഴിച്ചാൽ മതി, ഇവിടെ നിന്നാ മതി. ഇന്ന് കളിയില്ല കുളിയില്ല ഒന്നുമില്ല, അവിടെ നിന്നോ എന്ന് പറഞ്ഞ് കെട്ടിടാൻ നോക്കുക. അപ്പൊ നോക്കുമ്പോണ്ട കയറ് തികയുന്നില്ല. വലിച്ചു നോക്കി വരുന്നില്ല, വീണ്ടും വലിച്ചു നോക്കി വരുന്നില്ല, വീണ്ടും വലിച്ചു. അവൾക്ക് കണ്ടു നിൽക്കുന്ന ആൾക്കാരും നോക്കണ്ടേ, യശോദ കെട്ട് കെട്ട് കെട്ട്. യശോദ പറയണ്ടേ, ഈ കെട്ട പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഇത് കെട്ടാൻ പറ്റണ്ടേ? കയറ് തികയില്ല, നല്ല നീളമുള്ള കയറാണല്ലോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. ഇവിടെ ഒന്ന് നോക്കൂ,
നീ കെട്ടാൻ നോക്ക്. അപ്പൊ കെട്ടാൻ നോക്കണില്ല, നീ കെട്ടിയാൽ മതി, ഞാൻ കയറ് കൊണ്ടുവരാന്ന് പറഞ്ഞ അടുത്ത ആള് വേറെ കയറ് അത് കൂട്ടി കെട്ടി വീണ്ടും കെട്ടാൻ നോക്കി, വീണ്ടും കയറ് കൊണ്ടുവരുന്നു. പിന്നെ വരിയായി എത്ര അവിടെ കയറിന്റെ വരിയല്ല, കയറ് കൊണ്ടുവരുന്നവരുടെ വരി. പക്ഷേ എത്ര കയറ് കൊണ്ടുവന്നും ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറണില്ല. അതാ ബുദ്ധിമുട്ട്. കയറ് ധാരാളം ഉണ്ട്, പക്ഷെ എന്തില്ല, കയറണില്ല. കയറ് എന്ന് പറയുന്നുണ്ട്. യശോദ കയറ് കൊണ്ടുവരാനാണോ പറയണത്, കൃഷ്ണനോട് കയറാനാണോ പറയണത് ഇഷ്ടമില്ല. അപ്പൊ രണ്ടും ഉണ്ടേ. കാരണം യശോദ അങ്ങോട്ട് നോക്കി കയറ് എന്നും പറയും, ഇങ്ങോട്ട് നോക്കി കയറ് എന്നും പറയുന്നുണ്ട്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ടിരിക്കുക. കയറ് കൊണ്ടുവരും, പക്ഷെ കയറിലുണ്ടാവില്ലേ എന്നുള്ളത്. അത് എന്താ നീ ചിരിക്കണ, എന്നെ കളിയാക്കാണോ? യശോദയ്ക്ക് അവൾക്ക് ചുണ്ടിയൊക്കെ വരിക, തമാശയൊന്നുമല്ല. കെട്ടാൻ പറ്റില്ല, വെളിച്ചാകുമ്പോഴത്തെ സകല പണിയും മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്ന് ഈ കയറിന്റെ ഇടയിൽ കൂടെ, ഇടാകൂടത്തിന്റെ ഇടയിൽ കൂടെ ഈ കയറും പിടിച്ചുകൊണ്ട് കയറ് അപ്പൊ കയറ് ഇതിനോട് പറയുമ്പോ അവിടുന്ന് കയറ് കൊണ്ടുവന്നിടുന്നു. ദേഷ്യം വരാണ്ടിരിക്കുവോ? മതി കയറ്. അതാ അപ്പൊ എന്നോട് കയറണ്ടെന്നാണോ അമ്മ പറയണത്? അതല്ല, നീ കയറ്. ഇങ്ങനെ കുറച്ചു നേരം കുന്തിദേവി പറയാ. അതിനിടയ്ക്ക് ഉള്ളില് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിക്കരയാൻ നിൽക്കാത്ര ആര്? അതാണ് മുഖം ഇങ്ങനെ താഴ്ത്തി പേടിച്ചു വരച്ച യശോദയുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുകയാണ്. അപ്പൊ കുന്തിദേവി വിചാരിച്ചു അത്രേ, ഇങ്ങനെ പേടിയോ? ഇതൊരു ആൺകുട്ടിയല്ലേ, ഇതിന് ഇത്ര പേടിയൊക്കെ ഉണ്ടോ? യശോദ അങ്ങനെ ഒരു വടിയും കയറൊക്കെ കാണിച്ചു പറഞ്ഞിട്ട് ഇത്രയൊക്കെ പേടിക്കേണ്ടതുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കരയെന്നുള്ള അവസ്ഥ പൊട്ടണില്ലേ കേട്ടോ. അതാണോ കണ്ണിലിങ്ങനെ നിറച്ചു നിർത്തിയിട്ടുണ്ട് അത്ര. ഈ അഭിനയിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത അതാണത്രേ. അല്ലെങ്കിൽ അഭിനയം അങ്ങനെയാ വേണ്ടതെന്നാണ്. കണ്ണുനീര് പുറത്തേക്ക് വരാൻ ഇങ്ങനെ വന്ന് മറ്റുള്ളവർ കരഞ്ഞാലും ഇത് പുറത്തേക്ക് ചാടരുത്. കാരണം അത് കളയാനുള്ളതല്ല, അത് അവിടെ നിർത്തിയാൽ മതി. കണ്ണിലിങ്ങനെ നിൽക്കണം എന്നാണ്. കണ്ണുനീര്. അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നുന്നത് ഇപ്പൊ പൊട്ടും. എവിടെ അഭിനയിക്കണ ആളോ? അഭിനയിക്കാനുള്ള കണ്ണീര് വരരുത്. അപ്പോഴാണ് അഭിനയത്തിന്റെ കേമത്വം എന്ന് പറയാറുണ്ട്. അല്ലാതെ ഇങ്ങനെ എന്ന് കടണം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ധാരാളം കാണാം. പക്ഷെ അഭിനയിക്കുകയാണെങ്കിൽ എങ്ങനെ അരുത്? ആ കണ്ണീര് പുറത്തേക്ക് വരരുത്. ആ കണ്ണിങ്ങനെ ചുവന്ന് കലങ്ങി നല്ലോണം പൊട്ടി കരയാണ് എന്ന് ആർക്ക് തോന്നും വേണം? ലോകത്തിലുള്ള എല്ലാവരും കറങ്ങിയാലും ഈ അഭിനയിക്കുന്ന ആൾ കരയരുത്. അങ്ങനെ ഒരു കുഴപ്പം, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ അഭിനയത്തിന്. അഭിനയാണെങ്കിൽ കേട്ടോ. കുന്തിദേവി പറയാ, പിന്നെ എനിക്ക് മനസ്സിലായത് ഏറ്റവും വലിയ നടൻ അല്ലേ, അഖില കല ആദിഗുരു എന്ന് പറഞ്ഞ് സകല കലകളുടെയും ആദിഗുരുവായിട്ടുള്ള കൃഷ്ണന്റെ മുമ്പിൽ അഭിനയം അല്ലേ, ആ അഭിനയത്തിൽ ഒന്നാമൻ ഈ കൃഷ്ണൻ തന്നെയാ. ഞാൻ പോലും വിചാരിച്ചത് എന്താണ്, കുട്ടി കരഞ്ഞു എന്നാണ്. യശോദ ഉറപ്പിച്ചു കരഞ്ഞു എന്ന്. എവിടെ കരയണത് പോയിട്ട് ഒരു തുള്ളി ആ കണ്ണുനീര് പുറത്തേക്കാണ് വരില്ലേ, കൃത്യം അങ്ങനെ പോ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കണതാ. കുറച്ചെണ്ണം കഴിഞ്ഞപ്പോ ഇതൊക്കെ നോക്കി നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് അത്ര പെട്ടെന്ന് എന്തുണ്ടായത്. എങ്ങനെയാന്ന് വെച്ചില്ല, യശോദര കണ്ണ് നിറഞ്ഞു ഇത്ര കുറച്ച് കഴിഞ്ഞപ്പോ. അതെന്തിട്ട് കെട്ടാൻ പറ്റുന്നില്ലേ, ആകെ നാണക്കെടുവായി. മാത്രമല്ല ആകെ ഇങ്ങനെ പരവശതയായി. എന്താ അതിനെ കെട്ടാൻ പറ്റാത്തതാവോ എന്ന് ഉള്ളിൽ തോന്നിയപ്പോഴേക്ക് ഉള്ളിൽ നിന്നൊരു കണ്ണുനീര് പുറത്തേക്ക്. യശോദയുടെ ദൃഷ്ടുവാ പരിശ്രമം കൃഷ്ണകൃപയാസീൽ സ്വബന്ധനെ അവിടെ പറയും അല്ലേ. അപ്പോ അതിലും ഇതുപോലെ തന്നെ അത്ര. യശോദ കെട്ടിയതാണോ അതോ സ്വയം കെട്ടിയിട്ട് അമ്മ കെട്ടി എന്ന് പറഞ്ഞതാണോ എന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. സ്വബന്ധനെ. കാരണം ഭഗവാനെ കെട്ടണമെങ്കിൽ അത് ആര് തന്നെ വേണം? അത് ഭഗവാൻ തന്നെ നിശ്ചയിക്കണം. എന്തായാലും യശോദയ്ക്ക് ആ രണ്ടുപേരിലെ കുറവ് തീർത്ത്, എല്ലാ കുറവുകളും തീർത്ത് യശോദയ്ക്ക് ബന്ധിക്കാൻ സാധിച്ചു എന്ന് അവിടെ പറയുമ്പോ കുന്തിദേവി പറയണതാണ്, സാമാം വിമോഹയതി ധീരഭിയത് വിഭേദി. എനിക്കിതൊക്കെ കുറെ കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ ആലോചിക്കുമ്പോഴാണ് സത്യത്തിൽ ഇവൻ അങ്ങോട്ട് ചെന്ന് മടിയിൽ വീണ പിടിക്കാൻ കൊടുത്തു. അത് യശോദ പിടിച്ച് കെട്ടിടാൻ നോക്കിയപ്പോ കെട്ടാൻ പറ്റാണ്ട് അവസാനം എന്തോ ഒരു മായ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോ എന്താണ്, പിന്നെ കെട്ടി നിൽക്കുന്നതാണ്. അതിനിടയിൽ ഈ കരച്ചിലിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ് കുന്തിദേവി പറയണത്, ലോകത്തിന്റെ മുഴുവൻ കരച്ചിൽ തീർക്കണ ആള് കരയ അതുണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ചും ഒരു കാര്യം കൂടി കുന്തിദേവിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ, ഈ ഭഗവാനെ കണ്ടാൽ, ഭഗവാനെ ചിന്തിച്ചാൽ, ഭഗവാന്റെ നാമം ജപിച്ചാലൊക്കെ എല്ലാവരുടെയും ഭയം തീരണത് അതിനൊരു കാരണം ഉണ്ടെന്നാണ്. എന്താ കാരണം? ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിലും ഈ കുന്തി സ്തുതിയിലും പിന്നെ ഉലൂഖല ബന്ധനത്തിലും ഒരേപോലെ പറയുന്നൊരു കാര്യമാണ്. അതായത് ഭഗവാന്റെ നാമം ജപിച്ചാൽ, അതുപോലെ ഭഗവാനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉള്ളിൽ എന്തില്ല,
ഭയം എന്ന് പറയുന്ന സാധനം ഇല്ല അത്രേ. അതിന്റെ ഒരു കാര്യം, അതിന്റെ സത്യം എന്താണ് എന്നുള്ളത് ആരാ കണ്ടുപിടിച്ചത് അത്രേ? കുന്തിദേവി പറയാ, അത് ഞാനാ കണ്ടുപിടിച്ചപ്പോ. അതെന്താ? എനിക്കിപ്പോ മനസ്സിലായി, ഈ ഭയം എന്ന് പറഞ്ഞ സാധനത്തിന് ആകെ പേടിയുള്ളത് ഈ വിദ്വാനെ മാത്രമേ ഉള്ളൂ എന്നാണ്. ഏത് വിദ്വാനെ? ഭയം എന്ന് പറഞ്ഞ സാധനം ഭഗവാൻ ഇവിടെ ഉണ്ടോ? ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് നോക്കിയാൽ മതി. ആരെ? ഭയത്തിനെ. എന്നിട്ട് ഭഗവാൻ പറയാത്രേ, നീ ഇങ്ങോട്ട് വാ, ഞാനൊന്ന് പേടിക്കട്ടെ. ആരോട്? ഭഗവാൻ ഭയത്തിനോട് പറയാത്രേ. അപ്പൊ കുന്തിദേവി ഇങ്ങനെ, അത് ആരോടായി ഇങ്ങോട്ട് വാ എന്ന് പറയണത് നോക്കുമ്പോ മറ്റുള്ളവർക്കൊന്നും കാണാനില്ല. കാരണം ഈ ഭയം എന്ന് പറഞ്ഞ സാധനത്തിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പൊ ആരോടോ അങ്ങനെ പറയണ്ട അത്ര, ഇങ്ങോട്ട് വാ, ഞാനൊന്ന് പേടിക്കട്ടെ, ഇങ്ങോട്ട് വാ. ആര്? ഭഗവാൻ. കാരണം പേടിക്കാൻ പറ്റില്ലേ? പേടിയില്ലാത്തവർക്ക് പേടിക്കാൻ പറ്റൂ? പേടി ഉള്ളിലേക്ക് ഭയം വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവസാനം നീ അവിടെ നിന്നോ, ഞാൻ കാണിച്ചുതരാം. നീ എങ്ങനെയാ ആൾക്കാരെ പേടിപ്പിച്ച് മറ്റുള്ളവരുടെ ഉള്ളിൽ എങ്ങനെയാ പേടി ഉണ്ടാവണ്ടേന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു ഉത്തര ആർക്ക്? ഭയത്തിന്. അത് കണ്ട് പേടിച്ചു ഓടി ഉത്തര ആര്? അതാണ് ഭഗവാന്റെ ഭയം അഭിനയിക്കൽ കണ്ട് ഭയം പോലും പേടിച്ചോടിയതാണ്. മുമ്പ് 100 കിലോമീറ്റർ ഉണ്ടായിരുന്നത് 200 കിലോമീറ്റർ അപ്പുറത്തായിപ്പോ. എന്ത് പേടി? കാരണം എന്താ? ഭയത്തിന് പേടിയായി ഇത്ര ആരെ? ധീരഭിഭേദി. ഇതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലേ, ഭഗവാനെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഭയം എന്ന് പറയുന്ന സാധനേ ഇല്ല. അതാണ് അല്ലേ? ഭയം തീവ്രം നിവർത്തത്. ഏകാദശ സ്കന്ധത്തിലൊക്കെ അതിങ്ങനെ എടുത്തു പറയും. ഒരു സംശയമില്ല. എന്നാ ഇനി സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോളൂ, നമുക്ക് എന്തായിട്ടില്ല, ആ ഭക്തി അല്ലെ പ്രേമം വേണ്ട പോലെ ആയിട്ടില്ല. ഇപ്പോഴും ഭയമുണ്ടെങ്കിൽ, ഇപ്പോഴും ദുഃഖമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഇനിയും കണ്ണനെ ഉള്ളിലേക്ക് ചേർക്കേണ്ടിയിരിക്കുന്നു. സംശയമില്ല. ഉള്ളിലേക്ക് പരിപൂർണമായ യശോദയെ പോലെ. അതാണ് ഉദാഹരണം. യഥാ യശോദ, അല്ലെ, യഥാ വ്രജഗോപികാനാം. അവർക്കൊന്നും ഭയം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അവരൊക്കെ പേടിയത്ര ഭയത്തിന്. അപ്പൊ ഈ ഭഗവാനെ പറഞ്ഞ പോലെ ഭയത്തിന് യശോദയും പേടിയാണ്, ഗോപികമാരെയും പേടിയാണ്. വൃന്ദാവനത്തിലേക്ക് തന്നെ കടക്കാൻ പേടിയാത്ര ആർക്ക്? ഭയത്തിന്. അല്ലെങ്കിൽ എവിടെയും ഇവിടെ അത് ഭയത്തിന്. ഇവിടെ എവിടെയെങ്കിലും ഇപ്പൊ ആരെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോ? അതെന്താ? ഇങ്ങോട്ടൊന്നും വരില്ല. ആ പുഴയുടെ അക്കരയിട്ടാവും ചിലപ്പോ. അല്ലാതെ പുഴ കടന്ന് ഇങ്ങോട്ടൊന്നും ആരും വരില്ല. ഭയം വരില്ല. അതെന്താ? ധീരഭിഭേദി. ഒരിക്കലും ഭയം എന്നുള്ളത് ഈ പ്രേമ സ്വരൂപനെ ഹൃദയത്തിലേക്ക് ചേർത്താൽ ഉണ്ടാവില്ല. ഇത് കുന്തിദേവിക്ക് മനസ്സിലായി. അപ്പൊ കുന്തിദേവി ഇതൊക്കെ പറഞ്ഞ് വിപദസന്ധു എന്ന് പറഞ്ഞ് തുടങ്ങിയതായിട്ടുള്ള കുന്തിദേവി അവസാനം പറഞ്ഞ എന്താണ്? എനിക്കിപ്പോ ഓരോ അവതാരങ്ങളും എടുത്തുകൊണ്ട് എല്ലാവരുടെയും ദുഃഖത്തെ തീർക്കുന്നതായിട്ടുള്ള ഭഗവാൻ കൃഷ്ണാവതാരം എടുത്തപ്പോഴും മഹർഷിമാരുടെ പ്രാർത്ഥന കേട്ടു, ദേവന്മാരുടെ പ്രാർത്ഥന കേട്ടു, അസുരന്മാരുടെ ദുഷ്ടത ഇല്ലാണ്ടാക്കി ദേവകി വസുദേവന്മാരെ അനുഗ്രഹിച്ചു. ഇനിയിപ്പോ അത് മാത്രമാണോ? അല്ല, ശ്രവണസ്മരണാർഹാണി കരിഷ്യന്നിധി കേശന. അല്ലേ, കവീശ്വരന്മാരായിട്ടുള്ളവര്, ജ്ഞാനികളായിട്ടുള്ള വലിയ വലിയ ആളുകള്, യോഗീശ്വരന്മാരൊക്കെ പറയണു, ഈ കൃഷ്ണനെ പറ്റി കേൾക്കും പാടും ചെയ്തു കഴിഞ്ഞാൽ, അല്ലേ, അതിനുവേണ്ടി ആ കൃഷ്ണനെ പറ്റി പാടാനും കേൾക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയും എത്രയോ തലമുറകൾക്ക് കേൾക്കാനും പാടാനുമുള്ള അവസരം കൃഷ്ണാവതാരത്തിലൂടെ ഉണ്ടായി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം കുന്തിദേവി ആ പ്രാർത്ഥനകളെ സമർപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താണ്? ഇപ്പോഴും എൻ്റെ ഉള്ളില് കൃഷ്ണനെ കാണാൻ സാധിക്കാതെ വരുമോ എന്നൊരു പേടിയുണ്ട്. ഭയമില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു സംശയം, അതായത് എനിക്കിനി കൃഷ്ണനെ നഷ്ടപ്പെടുവോ എന്നുള്ള ഭയമുണ്ട്. അതില്ലാതെയാവാൻ എന്താ വേണ്ടത്? അതൊന്നില്ലാതെയാക്കി അനുഗ്രഹിക്കാൻ ഒരു വഴി ഞാൻ പറയട്ടെ. അതെന്താ? ത്വയിമേ അനന്യ വിഷയാമതിഹി. എനിക്കിനി എപ്പോഴും എൻ്റെ കൂടെ ഇനിയിപ്പോ പോയി വരിക എന്നുള്ളതല്ല, എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നാ അപ്പൊ തോന്നണതെന്നാണ്. ഇപ്പൊ എന്തെങ്കിലും ദുഃഖം വരുന്ന സമയത്ത് ഓടി വരിക അനുഗ്രഹിക്കുക എന്നുള്ളതല്ലാണ്ട് എപ്പോഴും എൻ്റെ കൂടെ കൃഷ്ണൻ വേണം. അതിപ്പോ കൃഷ്ണന് ബുദ്ധിമുട്ടാണ്, അല്ലേ? കാരണം എത്രയോ ആളുകളെ അനുഗ്രഹിക്കാൻ എവിടെയൊക്കെ ഭഗവാന് പോകണം. എപ്പോഴും ഇങ്ങനെ എൻ്റെ കൂടെ ഇരുന്നാൽ മതിയോ? അത് പോരല്ലോ. അത് എനിക്ക് തന്നെ അറിയാം. എപ്പോഴും കൃഷ്ണൻ എൻ്റെ കൂടെ ഇരുന്നാൽ പോരാ. ഇനിയും കുറേ കാര്യങ്ങൾ കൃഷ്ണന് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്കിപ്പോ കൃഷ്ണനോട് പ്രാർത്ഥിക്കാൻ തോന്നുന്നത് എന്താണ്? ത്വയിമേ അനന്യ വിഷയാമതി മധുപദേശൽ രതിമുദ്മഹദാദഗ്ഗേവൗഖമുദന്വതി. എനിക്കിപ്പോ എവിടുന്നാണ് പലതരത്തിലുള്ള ഭയങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവണേ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോക വിഷയങ്ങളിലാണല്ലോ. അപ്പോ എനിക്കിനി ഈ കാണുന്നത് മുഴുവൻ, ലോകത്തിൽ എന്തിനെ കണ്ടാലും, അത് ലോകത്തിലുള്ള വസ്തുക്കളായിക്കോട്ടെ, ഇനി അഥവാ എൻ്റെ കുട്ടികളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, വൃഷ്ണിഷു പാണ്ഡുഷു വൃഷ്ണിഷു,
പാണ്ഡവന്മാരായിക്കോട്ടെ, അതുപോലെ വിഷ്ണുകുലത്തിലുള്ളവര്, അതുപോലെ ബന്ധുക്കളെ, ഇങ്ങനെയുള്ള എല്ലാവരെയും കാണുന്ന സമയത്ത് അവരെയൊക്കെ കൃഷ്ണനായിട്ട് കാണാനുള്ള ഒരു അനുഗ്രഹം അതൊന്നെനിക്ക് തരുമോ? കാരണം അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇപ്പൊ യുധിഷ്ഠിരൻ വന്നിരുന്നാൽ യുധിഷ്ഠിര എന്തൊക്കെയാ വിശേഷം അല്ലേ, പിന്നെ ചോദിക്കുകയോ ഓരോരോ കാര്യങ്ങള്. ഇനി യുധിഷ്ഠിരൻ എൻ്റെ അടുത്ത് വന്നിരുന്നു, എനിക്ക് എന്ത് വേണം? കൃഷ്ണൻ വന്നിരുന്നു എന്ന് തോന്നണം. ഭീമൻ വന്നിരുന്നാൽ അപ്പോഴും കൃഷ്ണൻ വന്നിരുന്നു, അർജുനൻ വന്നിരുന്നാൽ കൃഷ്ണൻ അല്ലേ, ദ്രൗപദി വന്നാൽ, ഒരു 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 ചെറിയ അല്ലേ, ഒരു പക്ഷിയെ, ഒരു മൃഗത്തെ, ഒരു വൃക്ഷത്തെ, ഒരു ചെടിയെ, ഒരു പുൽക്കൊടിയെ, ഇതിനെയൊക്കെ കാണുമ്പോ ത്വയിമേ അനന്യ വിഷയാമതിഹി, അതൊക്കെ എനിക്ക് കൃഷ്ണനാണ് എന്ന് തോന്നാറാവണം. അപ്പൊ എന്താ ഒരു ഗുണം വെച്ചാൽ കൃഷ്ണൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും വേണ്ട, എപ്പോഴും എനിക്ക് കൃഷ്ണൻ അടുത്തുണ്ടെന്ന് അല്ലേ തോന്നും ചെയ്യും. എല്ലാം കൃഷ്ണനായിട്ട് കാണാം. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോവികാരമണ അല്ലേ, എല്ലാം കൃഷ്ണനാണ് എന്നാണ് തോന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു നിമിഷം പോലും കൃഷ്ണനെ വിട്ടിരിക്കേണ്ടി വരില്ലല്ലോ അല്ലേ. അങ്ങനെ കാണുന്നതൊക്കെ ശ്രീകൃഷ്ണനായി കൊണ്ട് കാണാനുള്ളൊരു ആ ഒരു ബോധവും ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു ശക്തിയും ആ ഒരു മനസ്സും ആ ഒരു ബുദ്ധിയും ആ ഒരു ഇന്ദ്രിയങ്ങളും എനിക്ക് നൽകി അനുഗ്രഹിക്കണേ. ത്വയിമേ അനന്യ വിഷയാമതിഹി. അതായത് കൃഷ്ണനെ അല്ലേ, കൃഷ്ണനല്ലാതെ മറ്റാരും ആശ്രയമില്ല എന്ന് മാത്രമല്ല അല്ലേ, അന്യഥാശരണം നാസ്തി എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അല്ലേ, അന്യഥാശരണം നാസ്തി, അതായത് മറ്റാരും ആശ്രയമില്ല അല്ലേ, ത്വമേവ ശരണം മമ. അപ്പൊ അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെ ഈ കാണുന്നതൊക്കെ കൃഷ്ണനാണ് എന്നുള്ള അനുഭവം വന്നു കഴിഞ്ഞാലോ പിന്നെ മറ്റൊരാളില്ല എന്ന് പറയണ്ട. കാരണം ഇന്നത്തെ ലോകത്തില് ഇപ്പൊ നമ്മളിങ്ങനെ പറയാണ്, എനിക്ക് ആരുമില്ല, മക്കളും ഇല്ല, അവരും ഇല്ല, അവരും ഇല്ല, എനിക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടാൽ അവർക്ക് വിഷമാവും അല്ലേ. അങ്ങനെ ഉണ്ടല്ലോ, ഉണ്ടാവില്ലേ? ഇപ്പൊ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയാണ്, എന്താ ഇവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, എനിക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ ഇവരെ കൃഷ്ണനായിട്ട് കണ്ട എന്താ, എന്നാ ഇത് പറയാണ്ട് കഴിക്കാലോ. എന്ത് ഏത് അല്ലേ, മറ്റത് അവരെ കണ്ടുകൂടാണ്ട് ഏവലും കൂടി ഉണ്ടായി. അപ്പൊ വലിയൊരു മാറ്റം നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ കൂടി പ്രാപ്തമാണ് കുന്തിദേവിയുടെ വാക്കുകൾ. അതായത് ആരടുത്ത് വന്നിരുന്നാലും കൃഷ്ണനായിട്ട് കാണാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുഴപ്പങ്ങളും തീരും, അവരുടെ ദുഃഖവും തീരും. മറ്റത് മറ്റുള്ളവർ കേൾക്കച്ചിലെ ഇവരെ കൊണ്ടൊന്നും എനിക്ക് ഉപകാരമില്ല, എനിക്ക് ഇന്ന ആളെ കൊണ്ടേ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ദുഃഖാവില്ലേ? അങ്ങനെ മറ്റൊരാളെ ദുഃഖിപ്പിക്കണോ? അല്ലെ, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് പലപ്പോഴും ലോകത്തിലെ ഭക്തിയെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് പലരും ഭക്തിയെ പറ്റി പറയുമ്പോഴും അവനവന്റെ കൂടെ ഉള്ള ആൾക്കാരെ ഇവരൊന്നും എനിക്ക് ആശ്രയമില്ല എന്ന് പറഞ്ഞേക്കാം. അപ്പൊ സത്യത്തിൽ അവരെ കൂടി കൃഷ്ണനായിട്ട് കണ്ടാൽ അവരിലേക്ക് കൂടി ആ ശ്രീകൃഷ്ണനോടുള്ള വാത്സല്യത്തെയും ആ അല്ലേ ഭഗവാനിലേക്കുള്ള ആ നമ്മുടെ ആ സമർപ്പണം മുഴുവൻ എല്ലാവരിലേക്കുമായി കഴിഞ്ഞാൽ കാണുന്നതൊക്കെ ശ്രീകൃഷ്ണനായിട്ട് നമുക്ക് തിരിച്ചും അനുഭവമായിട്ട് തീരില്ലേ. അപ്പൊ അതില് ഒരു സന്ദേശം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരെയും കൃഷ്ണനായിട്ട് കാണുക എന്ന് പറയുന്നത് പോലെ ആ ശ്രീകൃഷ്ണനിലേക്ക് എന്തൊക്കെയാണോ നമുക്ക് സമർപ്പിക്കാനുള്ളത് അതെവിടേക്ക് സമർപ്പിക്കുക? അത് ലോകത്തിനും സമർപ്പിക്കുക അല്ലേ. നമ്മുടെ ആ ഭഗവാനോടുള്ള വാത്സല്യം അത് ആരോടും ചെയ്യുക, എല്ലാവരോടും ചെയ്യുക. അപ്പൊ എന്തുണ്ടാവും? അപ്പൊ ആ വാത്സല്യത്തെ, അതായത് മറ്റുള്ള ഈ കുറ്റപ്പെടുത്തലുകൾ അങ്ങനെയുള്ള ഏർപ്പാടുകളുണ്ട് പലപ്പോഴും. നമ്മളൊക്കെ പലപ്പോഴും രണ്ടും കേൾക്കാറുണ്ട് അല്ലേ. നല്ലവണ്ണം ഭാഗവതത്തിലേക്ക് ഉപാസന ചെയ്യുന്ന ആൾക്കാരും വേറെ ചില ആൾക്കാരെ കുറ്റം പറഞ്ഞ് കേൾക്കാറുണ്ട്. അവരെയും കൂടി ആരായിട്ട് കാണുക? കൃഷ്ണനായിട്ട് കാണുക. പല ഗുരുനാഥന്മാരും പറയാറുണ്ട്, നമ്മൾക്ക് ആരോടെങ്കിലും ശത്രുത തോന്നുന്നുണ്ടെങ്കിൽ അവരെ ഭഗവാനായിട്ട് കാണാൻ ശ്രമിക്കൂ എന്ന് പറയാറുണ്ട്. കാരണം എന്താ? ഈ ശത്രുവായിട്ട് കാണുന്നത് നമ്മളാ അല്ലേ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ശത്രുതാഭാവം മാറാൻ എന്താ വേണ്ടത്? അവരെ കൂടി ഈശ്വര സ്വരൂപമായിട്ട് കണ്ടാൽ മതി. അപ്പൊ മറ്റുള്ളവരെ ഈശ്വര സ്വരൂപമായിട്ട് കാണാനുള്ള അവസ്ഥ നമ്മളിലില്ലെങ്കിൽ അത് എവിടുത്തെ കുഴപ്പമാണ്? അത് നമ്മുടെ ഉള്ളിലുള്ള കുഴപ്പമാണ്. അതാണ് കുന്തിദേവി, എൻ്റെ ഉള്ളില് മറ്റുള്ളവരെ കൃഷ്ണനായിട്ട് കാണാനുള്ള ആ അവസ്ഥ ഉണ്ടാവണില്ല പലപ്പോഴും. എൻ്റെ കുട്ടികള്, ബന്ധുക്കള്, അവര് ചിലർ നല്ലത്, ചിലത് ചീത്തത് അല്ലെ, ഇങ്ങനെയൊക്കെ ഈ പലതായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൊക്കെ രണ്ടും നമ്മൾ കാണും അല്ലേ.
നല്ലതും കാണും, ചീത്തയും കാണും, ഇഷ്ടമുള്ളതും കാണും, ഇഷ്ടമില്ലാത്തതും കാണും. അതെവിടെ വേദന ഉണ്ടാക്കും? എവിടെ ഉണ്ടാക്കും? നമ്മൾ തന്നെ വേദന ഉണ്ടാക്കണത് അല്ലേ? നമ്മളുടെ ഉള്ളില് ഭേദബുദ്ധികൾ. അപ്പോ കുന്തിദേവിയുടെ ത്വയമേ അനന്യ വിഷയാമതി എന്നുള്ള പ്രാർത്ഥനയില് ഒരു കാര്യം കൂടി ഉണ്ട്. അത് നമുക്കൊക്കെ ഉള്ളത് തന്നെയാണ്. ആരോടെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള അകൽച്ചയോ ഭേദബുദ്ധിയോ അല്ലെ മത്സരബുദ്ധിയോ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടമില്ലായ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൂടി എവിടേക്ക് ചേർക്കുക? ആ ഭഗവാനിലേക്ക് ചേർത്തുകൊണ്ട് അവരെ കൂടി ശ്രീകൃഷ്ണ സ്വരൂപമായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ, അങ്ങനെയുണ്ട്. അവരെ നേരേക്കാൻ നമുക്ക് പറ്റുമോ? ഇപ്പൊ വേറൊരാൾക്ക് നമ്മളോട് ഇഷ്ടമല്ല, അയാൾക്ക് ഇഷ്ടം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് അയാളെ ഇഷ്ടപ്പെട്ടുകൂടെ? അങ്ങനെ ആവാലോ. അതിനിപ്പോ ആരുടെയും ചെലവില്ല. ഉണ്ടോ? ആരോ എങ്ങനെയോ ആയിക്കോട്ടെ അല്ലേ? എല്ലാ ഗുരുനാഥന്മാരും പറയാറുണ്ട്, ലോകം മുഴുവൻ നേരേക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാ നല്ലത്. എന്താ അത്? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവൻ നന്നാവാൻ ഒരു വഴി ഓതാം ഞാൻ. എന്താ അറിയോ? ഉറക്കെ പറയില്ല, മെല്ലെ പറയുള്ളൂ, സ്വയം നന്നാവുക. ഉറക്കെ പറയാൻ പാടില്ല. ഉറക്കെ പറഞ്ഞാൽ ആൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ എന്താ നല്ലത്? സ്വയം നന്നാവുക. അതായത് ലോകം മുഴുവൻ നന്നാവാൻ ഒരു വഴി എന്താണ്? സ്വയം നന്നാവുക. അപ്പൊ നമ്മുടെ ഉള്ളിൽ നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് തീരും. അപ്പൊ നമ്മുടെ ഉള്ളിൽ എല്ലാത്തിനെയും ശ്രീകൃഷ്ണ സ്വരൂപമായിട്ട് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവരിലൊക്കെയുള്ള നമ്മുടെ മത്സരബുദ്ധികള്, നമ്മുടെ ഭേദബുദ്ധികൾ, നമുക്കുള്ള ദുഃഖങ്ങൾ അല്ലെ, നമുക്കുള്ള പ്രശ്നം, ഇതൊക്കെ അവിടെ തീരുന്നു. അങ്ങനെയും കൂടി ഒരു ആ ചിന്ത ആ കുന്തിദേവിയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ കുന്തിദേവി അതന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം എല്ലാം കൃഷ്ണനായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അല്ലേ കൃഷ്ണന്റെ അടുത്തില്ല, അല്ലെങ്കിൽ കൃഷ്ണനെ കാണാനില്ല, എനിക്ക് ദുഃഖം വരണു, അങ്ങനെയില്ല. അപ്പോ അല്ലേ ചില കവികളൊക്കെ പാടിയിട്ടുണ്ട്, മരണത്തെ പോലും ശ്രീകൃഷ്ണനായിട്ട് സ്വീകരിക്കുക എന്ന് പറയാറുണ്ട്. അപ്പൊ എന്തായി? മരണത്തെ പോലും ജയിക്കാൻ ആ മൃത്യുവിനെ പോലും ശ്രീകൃഷ്ണ സ്വരൂപമായിട്ട് സ്വീകരിക്കാറാവുക. അപ്പൊ എന്തുണ്ടാവില്ല? ആ മരണം പോലും നമ്മളെ ഭയപ്പെടുത്തില്ല. കാരണം എന്താണ്? കൃഷ്ണനാണ് വരുന്നത്. നമ്മളെ മൃത്യു വന്ന് ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൃത്യുവിനെ പോലും ശ്രീകൃഷ്ണ സ്വരൂപമായിട്ട് കാണുക. അപ്പൊ പരീക്ഷത്തൊക്കെ അതിലേക്ക് എത്തിച്ചേരുന്നത്. പരീക്ഷത്ത് തക്ഷകനെ പോലും ആരായിട്ട് കാണുന്നുണ്ട്? ശ്രീകൃഷ്ണ സ്വരൂപമായിട്ട്. അഹം ബ്രഹ്മ അല്ലേ? അപ്പൊ കുന്തിദേവിയുടെ ഭാഗവതത്തിലെ ആദ്യത്തെ ആ സ്തുതിയിൽ തന്നെ നമുക്ക് കാണിച്ചു തരാം, ത്വയമേ അനന്യ വിഷയാമതി മധുപതേ സകൽ രതിമുദ്വഹദാദഗ്ധേ വൗഘമുതൻവതി. എല്ലാം ശ്രീകൃഷ്ണ സ്വരൂപമായിട്ട് കണ്ട് ആ ശ്രീകൃഷ്ണ അനുഭവത്തോടുകൂടി കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ കൃഷ്ണൻ തന്നെ. കണ്ണു തുറന്നാലും കണ്ണടച്ചാലും ശ്രീകൃഷ്ണനെ തന്നെ കണ്ടുകൊണ്ട് ആ കൃഷ്ണ അനുഭവത്തിൽ എൻ്റെ ജന്മം സഫലമാക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യോഗേശ്വര അഖില ഗുരോ അല്ലെ. അവിടെ ആ വാക്കുകൾ നോക്കൂ, യോഗേശ്വര എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. അതുതന്നെയാണ് ഉദ്ധവനം വിളിച്ചത് അല്ലേ? നമോസ്തുതേ മഹായോഗിൻ. അപ്പൊ നോക്കിക്കോളൂ, ആ ഓരോരുത്തരും എത്തിച്ചേരുന്നതായിട്ടുള്ള തലം കൂടി നമുക്ക് ഭാഗവതം കാണിച്ചു തരാം. ആദ്യത്തെ സ്തുതിയിലെ യോഗേശ്വര എന്ന് വിളിച്ചു, അവസാനം ഉദ്ധവൻ നമസ്കരിക്കുമ്പോൾ നമോസ്തുതേ മഹായോഗിൻ. ഇനിയിപ്പോ നോക്കിക്കോളൂ, ഓരോ കഥാപാത്രങ്ങളും ആ യോഗീശ്വരനായിരിക്കുന്ന കൃഷ്ണനെ അല്ലേ അവനവന്റെ ഉള്ളിൽ തന്നെ ഉയർന്നു വരുന്നതായിട്ടുള്ള ആ ഭാവത്തെയാണ് യോഗേശ്വര എന്നുള്ള ആ വിളി സൂചിപ്പിക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കാലോ അല്ലെ? ഇതുവരെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞ് ആ ലൗകികമായിട്ടുള്ള വാത്സല്യം മാത്രമാണ് കുന്തിദേവിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ എന്തായി? ഇപ്പൊ യോഗേശ്വരനായിട്ടാണ് ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണുന്നത്, മഹായോഗി ആയിക്കൊണ്ട്. അഖില ഗുരുവാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഗുരുനാഥനാണ് കൃഷ്ണൻ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവൻ നമസ്തേ ശ്രീകൃഷ്ണ.